शांति शांति ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। तुम हो कौन, कहाँ से आए, अपने आप को जानो। राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। तुम हो आत्मा तन से प्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति ओम शांति ओम शांति। ഓം ശാന്തി. ഇന്ന് 19/11/2025 പ്രഭാതമുരളി. बाबा कहते हैं, मीठे बच्चे, तुम्हें सदैव याद की फांसी पर चढ़े रहना है। याद से ही आत्मा सच्चा सोना बनेगी. അപ്പോൾ ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് സദാ ഓർമ്മയുടെ തൂക്കുകയറിൽ തൂങ്ങിക്കിടക്കണമെന്ന് പറയാണ്. ഈ ഓർമ്മയിലൂടെ തന്നെയാണ് ആത്മാവ് സത്യമായിട്ടുള്ള സ്വർണമായിട്ട് മാറുന്നത്. ബാബ പറയാണ്, നിങ്ങൾ ഓർമ്മയുടെ തൂക്കുകയറിൽ തൂങ്ങിക്കിടക്കാൻ പറയാ. കാരണം ഈ ഓർമ്മയിലൂടെ തന്നെയാണ് ആത്മാവ് സത്യമായിട്ടുള്ള സ്വർണമായിട്ട് മാറുന്നത്. ഇനി ബാബ എന്ന് ചോദ്യം ചോദിക്കാണ്, കോൺസാ ബൽ ക്രിമിനൽ ആംഗോം കോ ഫൈറാൻ ഹി ബദൽ ദേത്താ ഹേ. അതായത് ഏതൊരു ബലമാണ് വികാരി ദൃഷ്ടിയെ ഉടൻ തന്നെ പരിവർത്തനം ചെയ്യുന്നത്? ഏതൊരു ബലമാണ് വികാരി ദൃഷ്ടിയെ ഉടൻ തന്നെ പരിവർത്തനം ചെയ്യുന്നത്? ഉത്തരം ബാബ പറയാണ്, ജ്ഞാൻ കെ തീസരെ നേത്ര കാ ബൽ
जब आत्मा में आ जाता है तो ക്രിമിനൽപൻ സമാപ്ത് ഹോ ജാതാ ഹെ. ബാബ പറയാണ്, എപ്പോഴാണോ ആത്മാവില് ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രത്തിന്റെ ബലമുണ്ടാകുന്നത്, ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രത്തിന്റെ ബലം എപ്പോഴാണോ ആത്മാവിൽ ഉണ്ടാകുന്നത്, അപ്പോൾ ബാബ പറയുന്നത് ഈ വികാരി ദൃഷ്ടി സമാപ്തമാകും. बाप की श्रीमत है, बच्चे तुम सब आपस में भाई भाई हो, भाई बहन हो. तुम्हारी आंखें कभी भी क्रिमिनल हो नहीं सकती. ബാബ ശ്രീമതം തരികയാണ്. അതായത് ബാബയുടെ ശ്രീമത്താണ്, കുട്ടികളെ നിങ്ങൾ പരസ്പരം ആരാണ്? സഹോദര സഹോദരന്മാരാണ്, അല്ലെങ്കിൽ സഹോദരനും സഹോദരിയുമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ ഒരിക്കലും ക്രിമിനലായിട്ട് മാറരുത്, അതായത് വികാരി ദൃഷ്ടി ഉണ്ടാകരുത് എന്ന് പറയാം ബാബ പരസ്പരം. തും സദൈവ് യാദ് കി മസ്തിമേ രഹോ. ബാബ പറയുന്നു, നിങ്ങൾ സദാ ഈ ഓർമ്മയുടെ ലഹരിയിലിരിക്കൂ. വാ തക്ദീർ വാ, ആഹാ ഭാഗ്യം, ആഹാ ഹമേം ഭഗവാൻ പടാത്തേ ഹേ. എന്ത് ഭാഗ്യമാണ് നമ്മൾ കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത്? നമ്മൾ കുട്ടികളെ ഭഗവാൻ പഠിപ്പിക്കുകയാണ്. ഈ ഒരു ഭാഗ്യമാണ് നമ്മൾ കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഭാഗ്യത്തിന്റെ ഓർമ്മയിൽ അത്രയും ലഹരിയിൽ ഇരിക്കാമല്ലോ നമ്മൾക്ക്. ഏസേ വിചാർ കരോ തോ മസ്തി ചടി രഹേഗി. അപ്പൊ ബാബ പറയണ, ഇങ്ങനെ നിങ്ങൾ വിചാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ലഹരി ഉണ്ടായിരിക്കും, ലഹരി വർദ്ധിക്കും എന്ന് ബാബ പറയാം. അതായത് ഇത് എൻ്റെ ഭാഗ്യമാണ്, സ്വയം ഭഗവാനാണ് എന്നെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ബാബ പറയുന്നത് സ്വതവേ തന്നെ ലഹരി ഉയർന്നുകൊണ്ടിരിക്കുമെന്ന് ബാബ പറയാം. ഓം ശാന്തി. മീട്ടെ മീട്ടെ രുഹാനി ബച്ചോം പ്രതി രുഹാനി ബാപ്പ് സംജാ രഹേ ഹെ. മധുര മധുരമായ ആത്മീയ കുട്ടികളെ പ്രതി ആത്മീയ അച്ഛൻ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. बच्चे जानते हैं कि रूहानी बाप जो भी आत्मा ही है वह परफेक्ट है, उसमें कोई भी जंग या कट नहीं लगा हुआ है. അതായത് ബാബ പറയണ, കുട്ടികൾക്കറിയാം, അതായത് ആത്മീയ അച്ഛൻ ആരെയാണോ ആത്മീയ അച്ഛൻ എന്ന് പറയുന്നത്, ആ ആത്മീയ അച്ഛനുമാര് തന്നെയാണ്, ആത്മാവ് തന്നെയാണ്. ആ അച്ഛൻ പെർഫെക്റ്റ് ആണെന്ന് പറയാം, അതായത് സമ്പൂർണനാണ്. ആ അച്ഛനിൽ യാതൊരു തരത്തിലുള്ള കറയും പുരണ്ടിട്ടില്ല, സമ്പൂർണ്ണ പവിത്രമാണ്. അതാ ബാബ പറയുന്നത്, ശിവബാബ കഹേങ്കെ മേരേമേ ജംഗ് ഹേ. ഇപ്പൊ ശിവബാബ പറയോ എന്നിൽ കറ പുരണ്ടിട്ടുണ്ട് എന്ന് പറയുമോ? ബിൽക്കുൽ നെഹി, ഒരിക്കലുമില്ല. ഈസ് ദാദാമേ തോ പൂരി ജംഗ് ദി. പക്ഷെ ഈ ദാദയിലാണെങ്കിലോ പൂർണ്ണമായിട്ടും കറ പുരണ്ടിരുന്നു. ഇൻമേം ബാപ്പിനെ പ്രവേശ് കിയാ ഹേ തോ മദദ് ബി മിൽത്തി ഹേ. ഈ ദാദയിൽ തന്നെയാണ് ബാബ പ്രവേശിച്ചിരിക്കുന്നത്, അതുകൊണ്ട് സഹായവും ലഭിക്കും അല്ലെ. കറയൊക്കെ കളയുന്നതിനായിട്ട് ദാദയ്ക്ക് സഹായം ലഭിക്കും ബാബയിൽ നിന്ന്. മൂൽ ബാത്ത് ഹേ 5 വികാരോം കെ കാരൺ ആത്മാ പർ കട്ട് ചढ़ने से ഇംപ്യുവർ ഹോ ഗയി ഹേ. ബാബ പറയാണ്, മുഖ്യമായിട്ടുള്ള കാര്യം ഇതാണ്, അതായത് 5 വികാരങ്ങളുടെ കാരണത്താൽ ആത്മാവില് എന്ത് പറ്റിയിരിക്കുകയാണ്? കറ പറ്റിയിരിക്കുകയാണ്. അങ്ങനെ ആത്മാവ് ഇംപ്യുവർ ആയിട്ട് മാറി, അതായത് അപവിത്രമായിട്ട് മാറി എന്ന് ബാബ പറയാം. തോ ജിത്തന ജിത്തന ബാപ്പ് കോ യാദ് കരേങ്കെ കട്ട് ഉദർത്തി ജായെങ്കി. അപ്പൊ അതിന് ആ കറ എങ്ങനെ കളയാം, അതിനുള്ള മാർഗം ബാബ പറയുകയാണ്. നിങ്ങൾ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും ഈ കറ പോയിക്കൊണ്ടിരിക്കുമെന്ന് ബാബ പറയാം. ഭക്തി മാർഗ കി കഥായേം തോ ജന്മ ജന്മാന്തർ സുൻതേ ആയേ ഹോ. ബാബ പറയാണ്, ഭക്തി മാർഗത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കഥകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ ജന്മജന്മാന്തരങ്ങളായിട്ട് കേട്ടുവന്നു. യഹ്തോ ബാത്ത് ഹി നിരാലി ഹേ. പക്ഷെ ഇവിടെയുള്ളത് എന്ന് പറയുന്നത്, ഇവിടത്തെ കാര്യം വളരെ വേറിട്ടതാണ് അല്ലെ. ഭക്തിമാർഗത്തിൽ എന്ന് പറയുമ്പോൾ ധാരാളം കഥകൾ കേൾപ്പിക്കും, ശാസ്ത്രങ്ങൾ കേൾപ്പിക്കും. പക്ഷെ ഇവിടത്തെ കാര്യം ബാബ പറയുന്നത് തികച്ചും വേറിട്ടതാണ്. തുംകോ അബ് ജ്ഞാൻ സാഗർ സേ ജ്ഞാൻ മിൽ രഹാ ഹേ.
ബാബ പറയാണ് നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ ജ്ഞാനസാഗരനിൽ നിന്നും, അല്ലെ, ജ്ഞാനസാഗരൻ ആരാണ്? ബാബ. ബാബയിൽ നിന്നും നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ ജ്ഞാനം കേട്ടുകൊണ്ടിരിക്കുകയാണ്, കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. തുമാരി ബുദ്ധി മേം എയിം ഒബ്ജക്റ്റ് ഹെ और कोई भी सत्संग आदि में एम ऑब्जेक्ट नहीं है. ബാബ പറയാണ് നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ലക്ഷ്യമുണ്ട്, അല്ലെ. ഇവിടെ ഒരു എയിം ഒബ്ജക്റ്റ് നമുക്കുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഇത് പാഠശാലയാണ്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. അപ്പൊ ബാബ പറയാണ് നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഒരു ലക്ഷ്യമുണ്ട്. പക്ഷേ വേറെ സത്സംഗങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെ ലക്ഷ്യമൊന്നുമില്ല എന്ന് ബാബ പറയാം. ഈശ്വർ സർവവ്യാപി കഹ് മേരി ഗ്ലാനി കർത്തേ രഹത്തെ ഹേ ഡ്രാമ പ്ലാൻ അനുസാർ. അപ്പൊ ബാബ പറയാണ് ഡ്രാമയനുസരിച്ച് ഈശ്വരനെ സർവവ്യാപി എന്ന് പറഞ്ഞ് ബാബയെ ഒരുപാട് ഗ്ലാനി ചെയ്തു, അല്ലെ. പക്ഷെ അത് ഡ്രാമയിലുള്ളതാണ് എന്ന് ബാബ പറയാ. ഡ്രാമ അനുസരിച്ചിട്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്. കാരണം ഈശ്വരനെ സർവവ്യാപി എന്ന് പറഞ്ഞ് ഒരുപാട് ഗ്ലാനി ചെയ്തു ഭഗവാനെ. അപ്പൊ ബാബ പറയാണ് അതും ഡ്രാമയിലുള്ളതാണ്. മനുഷ്യ യഹ് ബി നഹി സമജത്തേക്ക് യഹ് ഡ്രാമ ഹേ. പക്ഷെ മനുഷ്യർ ഒരിക്കലും ഇത് മനസ്സിലാക്കുന്നില്ല, ഇത് ഡ്രാമയാണ് എന്നുള്ള കാര്യം മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. ഇസ്മേം ക്രിയേറ്റർ ഡയറക്ടർ ബി ഡ്രാമാക്കെ വശ് ഹേ. ബാബ പറയാണ് ഈ ഒരു ഡ്രാമയിലത്തെ ആരാണോ ഈ ഡ്രാമ ഉണ്ടാക്കിയത്, ക്രിയേറ്റർ, അതുപോലെ ഇതിന്റെ ഡയറക്ടർ, ഇവര് രണ്ടുപേരും ഈ ഡ്രാമയിൽ എന്താണ്, ഡ്രാമയ്ക്ക് വശപ്പെട്ടിരിക്കുകയാണ്. കാരണം ഡ്രാമ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവർക്കും അതിൽ അഭിനയിക്കണം. അപ്പോൾ ബാബ പറയാണ് ഈ ഡ്രാമയ്ക്ക് വശപ്പെട്ടിരിക്കുകയാണ് ഈ ഡ്രാമയുടെ ക്രിയേറ്ററും ഡയറക്ടറും. ബൽ സർവശക്തിവാൻ ഗായാ ജാതാ ഹെ പരന്തു തും ജാൻതേ ഹോ വഹ് ബി ഡ്രാമ കെ പട്ടേ പർ ചൽ രഹേ ഹെ. അപ്പൊ ഡ്രാമയുടെ ക്രിയേറ്ററും ഡയറക്ടറും ആരാണ്? ബാബയാണ്. പക്ഷെ ബാബനെ സ്വയം എന്ത് പറയും? ബാബനെ പറയും നമ്മൾ സർവശക്തിവാൻ എന്ന് പറയും. ഇപ്പൊ ബാബ പറയാണ് സർവശക്തിവാൻ എന്നൊക്കെ പറയുന്നുണ്ട്, പാടുന്നുണ്ട്. എങ്കിലും ബാബ പറയാണ് നിങ്ങൾ കുട്ടികൾക്കറിയുമോ ആ സർവശക്തിവാനും ഈ ഡ്രാമയുടെ പാളത്തിൽ കൂടി തന്നെയാണ് സഞ്ചരിക്കുന്നത്, അല്ലെ. ഡ്രാമ അനുസരിച്ച് തന്നെയാണ് ബാബയുടെയും പാർട്ടുള്ളത് എന്ന് പറയാം. ബാബ ജോ ഖുദ് ആക്കർ ബച്ചോं को समझाते हैं कहते हैं मेरी आत्मा में अविनाशी पार्ट नूंदा हुआ है उस अनुसार पढ़ाता हूं. അപ്പൊ ബാബ പറയാണ് ബാബ സ്വയം വന്നിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്. എന്നിട്ട് ബാബ പറയാണ് എന്റെ ആത്മാവിലും അവിനാശിയായിട്ടുള്ള പാർട്ട് അടങ്ങിയിട്ടുണ്ട്, അല്ലെ. നമ്മൾ ഓരോ ആത്മാക്കളിലും അവിനാശി പാർട്ടുണ്ട്. ബാബ പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോ ആത്മാക്കളിലും അവിനാശി പാർട്ടുണ്ട്, അതൊരിക്കലും മാറ്റാൻ സാധിക്കില്ല. അപ്പൊ അതുപോലെ ബാബ പറയാണ് ബാബയിലും അവിനാശി പാർട്ടുണ്ട്. അത് ബാബ പറയുന്നത് ആ പാർട്ട് അനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് പഠിപ്പിക്കുന്നത്, അല്ലെ. അപ്പൊ ബാബയ്ക്കും ഈ ഡ്രാമയിൽ എപ്പോഴാണോ ഡ്രാമ അനുസരിച്ച് എപ്പോഴാണോ ഈ ഭൂമിയിലേക്ക് അവതരിക്കാനുള്ള പാർട്ടുള്ളത് ആ സമയത്ത് തന്നെയാണ് ബാബയും ഇവിടെ അവതരിക്കുന്നതും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതും. അപ്പൊ അതാ ബാബ പറയുന്നത് എനിക്കും എന്റെ ആത്മാവിലും അവിനാശി പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ജോ കുച്ച് സമജാത്താഹോം ഡ്രാമാമേ നൂന്ത് ഹേ. ഇനി ഇവിടെ വന്ന് ബാബ എന്തൊക്കെയാണോ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഡ്രാമ അനുസരിച്ച് എന്തൊക്കെയാണോ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരേണ്ടത് അത് മാത്രമേ ബാബ മനസ്സിലാക്കി തരുള്ളൂ. അതിനനുസരിച്ചാണ് ബാബ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അബി തുംകോ ഇസ് പുരുഷോത്തം സംഗം യുഗ് പർ പുരുഷോത്തം ബന്നാ ഹേ. ബാബ പറയാണ് ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് ഈ പുരുഷോത്തമ സംഗമ യുഗത്തിൽ പുരുഷോത്തമന്മാരായിട്ട് മാറണം. ഭഗവാൻ വാജ ഹേന, ഭഗവാന്റെ വാക്കുകളല്ലേ. ബാപ്പ് കഹത്തെ ഹേ തും ബച്ചോം കോ പുരുഷാർത്ഥ കർ യഹ് ലക്ഷ്മി നാരായൺ ബന്നാ ഹേ. അപ്പൊ ബാബ എന്താ പറയുന്നത് കുട്ടികളോട്? നിങ്ങൾ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്ത് നിങ്ങൾ ആരായിട്ട് മാറണം? ഈ ലക്ഷ്മി നാരായണനായിട്ട് മാറണം എന്ന് ബാബ പറയാം. ऐसा और कोई मनुष्य कह ना सके कि तुमको विश्व का मालिक बनना है. അപ്പൊ ബാബ പറയാണ് നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയായിട്ട് മാറണമെന്ന് ഒരു മനുഷ്യന് പറയാൻ സാധിക്കില്ല,
അല്ലേ? ഏതെങ്കിലും ഒരു മനുഷ്യർ പറയുവാ നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയായിട്ട് മാറണം, പുരുഷാർത്ഥം ചെയ്യണം അതിനായിട്ട്? ഇല്ല. അത് ഒരേ ഒരു ബാബയ്ക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ എന്ന് പറയാ ബാബ. തും ജാൻതേ ഹോ ഹം ആയേ ഹി ഹേ വിശ്വ കാ മാലിക് നരസെ നാരായൺ ബന്നെ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്കറിയാം നമ്മളിവിടെ വന്നിരിക്കുന്നത് തന്നെ എന്തിനാണ്? വിശ്വത്തിന്റെ അധികാരിയായിട്ട് മാറുന്നതിന്, നരനിൽ നിന്നും നാരായണനായിട്ട് മാറുന്നതിന്. അതിന് തന്നെയാണ് നമ്മൾ കുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നത്. ഭക്തി മാർഗമേം तो जन्म जन्मांतर കഥായേം സുൻതേ ആത്തേ ദേ സമജ് കുച്ച് ബി നഹീ ദി. ബാബ പറയാണ്, നിങ്ങൾ ഭക്തി മാർഗത്തില് ജന്മജന്മാന്തരങ്ങളായി നിങ്ങൾ കുറേ കഥകളെല്ലാം കേട്ടുവന്നു. പക്ഷെ ബാബ പറയാ ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല. ഒരുപാട് കഥകളെല്ലാം കേട്ടു എന്ന് മാത്രം, പക്ഷെ എന്താണ് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ആഴത്തിലുള്ള അർത്ഥങ്ങൾ എന്താണ്, ഇതൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. अभी समझते हो बरोबर इन ലക്ഷ്മി നാരായൺ കാ രാജ്യ സ്വർഗമേന്ദ അബ് നഹി ഹെ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, അതായത് ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യം അത് സ്വർഗത്തിൽ തന്നെയായിരുന്നു അവരുടെ രാജ്യം. ഇപ്പൊ പക്ഷെ ആ രാജ്യം ഇല്ല. ഈ ഒരു കാര്യം നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് ബാബ പറയാ. ത്രിമൂർത്തി കേലിയെ ബി ബച്ചോം കോ സംജായ ഹെ. ത്രിമൂർത്തികളെ പറ്റിയും ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നു. ബ്രഹ്മ ദ്വാര ആദി സനാതൻ ദേവി ദേവത ധർമ്മ की സ്ഥാപന होती है. ബാബ പറയുന്നത്, ബ്രഹ്മാവിലൂടെയാണ് ആദി സനാതന ദേവി ദേവത ധർമ്മം സ്ഥാപിക്കുന്നത്. ബ്രഹ്മാവിലൂടെയാണ് സ്ഥാപിക്കുന്നത്. സത്യയുഗമേം യഹ് ഏക് ധർമ്മത ഓർ കോയി ധർമ്മ നഹീ ദേ. അപ്പൊ സത്യയുഗത്തില് ഈ ഒരു ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏത് ധർമ്മാണ്? ആദി സനാതന ദേവി ദേവത ധർമ്മം. ഇത് മാത്രമേ സത്യയുഗത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒരു ധർമ്മവും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ബാബ പറയാം. അബി വഹ് ധർമ്മ നഹി ഹെ ഫിർ സെ സ്ഥാപൻ ഹോ രഹി ഹെ. ഇപ്പൊ ബാബ പറയാണ്, ഇപ്പൊ നോക്കാണെങ്കിൽ ആ ധർമ്മം ഇല്ല, വീണ്ടും ആ ധർമ്മത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാപ്പ് കഹത്തെ ഹേ മേ കൽപ്പ് കൽപ്പ് കെ സംഗം യുഗ് पर आकर तुम बच्चों को पढ़ाता हूं. ബാബ പറയാണ്, ഞാൻ കൽപ്പകൽപ്പം ഈ സംഗമത്തിൽ തന്നെയാണ് വന്നിട്ട് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. യഹ് പാഠശാല ഹേന. ഇത് പാഠശാലയല്ലേ? അല്ലെ, ഇതൊരു വിദ്യാലയമാണ് അല്ലെ, ഈശ്വരീയ വിശ്വവിദ്യാലയമാണ്. ഇവിടെ നമ്മൾ കുട്ടികൾ പഠിക്കുകയാണ്. ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് സ്വയം ഭഗവാനാണ്. അതുകൊണ്ട് ബാബ പറയുന്നത് ഇത് പാഠശാലയല്ലേ. യഹാം ബച്ചോം കോ ക്യാരക്ടർ ബി സുധാരണ ഹേ. ഇവിടെ നിങ്ങൾ കുട്ടികൾക്ക് നിങ്ങളുടെ സ്വഭാവവും നല്ലതാക്കണം അല്ലെ, പഠിക്കുകയും വേണം, സ്വയത്തിന്റെ സ്വഭാവവും നല്ലതാക്കണമെന്ന് ബാബ പറയാ. 5 വികാരവും കോ നിക്കൽനാ ഹേ. ബാബ പറയണ നിങ്ങളിലുള്ള ആ 5 വികാരങ്ങളെയൊക്കെ നിങ്ങൾ കളയണമെന്ന് ബാബ പറയാം. तुम ही देवताओं के आगे जाकर गाते थे आप സർവഗുണ സമ്പന്ന ഹം പാപി ഹേ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾ തന്നെയാണ് ഈ ദേവതമാരുടെ മുന്നിലൊക്കെ പോയി ഇങ്ങനെ പാടിയിരുന്നത്. അതായത് അങ്ങ് സർവഗുണ സമ്പന്നനാണ്, ഞങ്ങൾ പാപികളാണ് എന്ന് നമ്മൾ തന്നെയാണ് പാടിയിരുന്നതെന്ന് ബാബ പറയാം. ഭാരതവാസി ഹി ദേവതാദേ. അതായത് ഭാരതവാസികൾ തന്നെയാണ് ദേവതമാർ ആയിരുന്നത് എന്ന് ബാബ പറയാം. സത്യയുഗമേം യഹ് ലക്ഷ്മി നാരായൺ പൂജ്യതേ ഫിർ കലിയുഗമേം പൂജാരി ബനേ. ബാബ പറയാണ്, സത്യയുഗത്തില് ഈ ലക്ഷ്മി നാരായണന്മാര് പൂജ്യരായിരുന്നു. പിന്നീട് കലിയുഗത്തിലേക്ക് വന്നപ്പോൾ എന്തായി മാറി? അവര് പൂജാരിയായി മാറി എന്ന് ബാബ പറയാം. അപ്പൊ അത്രയും അവര് ഗുണങ്ങളാലും ശക്തികളാലും നിറഞ്ഞ് പവിത്രമായ ആത്മാക്കളായിരുന്നു. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ലക്ഷ്മി നാരായണൻ സത്യയുഗത്തില് പൂജ്യരായിരുന്നു. പക്ഷെ പിന്നീട് ജന്മങ്ങൾ എടുത്തെടുത്ത് കലിയുഗത്തിലേക്ക് എത്തിയപ്പോൾ അവരെന്തായി മാറി? പൂജാരിയായിട്ട് മാറി. അബ് ഫിർ പൂജ്യ ബൻ രഹേ ഹേ പൂജ്യ സദോപ്രധാൻ ആത്മായേം ദി. ഇപ്പൊ അവർ വീണ്ടും പൂജ്യരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ പൂജ്യ സദോ പ്രധാൻ ആത്മാക്കളായിരുന്നു അല്ലെ, പൂജ്യരും സദോ പ്രധാനമായിട്ടുള്ള ആത്മാക്കളായിരുന്നു. ഇപ്പൊ വീണ്ടും അത് ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഉൻകെ ശരീർ ബി സതോപ്രധാൻ ദേ, അവരുടെ ശരീരവും സതോപ്രധാനമായിരുന്നു. ജയ്സെ ആത്മാ വൈസെ ജേവർ, ബാബ പറയാണ് എങ്ങനെയാണോ ആത്മാവ് അതുപോലെയാണ് ശരീരം. അപ്പോൾ ആത്മാവ് പവിത്രമാണെങ്കിൽ ശരീരവും എങ്ങനെയുള്ളതാ ലഭിക്കുക? പവിത്രമായ ശരീരമാണ് ലഭിക്കുക. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഈ ലക്ഷ്മി നാരായണന്റെ ശരീരവും എങ്ങനെയായിരുന്നു? സതോപ്രധാനമായിരുന്നു എന്ന് ബാബ പറയാം. सोने में खाद मिलाई जाती है तो उनका भाव कितना कम हो जाता है. ബാബ പറയാണ് സ്വർണത്തില് എന്തെങ്കിലും മിക്സ് വന്നു എന്ന് കരുതാം, അപ്പൊ പിന്നെ ആ സ്വർണത്തിന്റെ മൂല്യം കുറയുമല്ലോ. അപ്പൊ ബാബ പറയാണ് അതുപോലെ ബാബ പറയുന്നത് നിങ്ങളിലും അതുപോലെ എന്താണ് വളരെ ഉയർന്നതായിരുന്നു നിങ്ങള്, പിന്നീട് ആത്മാവിൽ കറ പറ്റിയപ്പോഴാണ് നമ്മുടെ മൂല്യവും കുറഞ്ഞത് എന്ന് ബാബ പറയാം. തും പൂജ്യതേ അബ് പൂജാരി ബനേഹോ. ബാബ പറയുന്നത് നിങ്ങൾ പൂജ്യരായിരുന്നു, ഇപ്പൊ നിങ്ങൾ പൂജാരിയായിട്ട് മാറി. അബ് ജിത്തന യോഗുമം രഹേങ്കെ ഉത്തന കട്ട് ഉദരേങ്കി ഓർ ബാപ്പ് സെ ലവ് ഹോത്ത ജായേഗ ഖുഷി ബി ഹോഗി. ബാബ പറയുന്നത് ഇപ്പൊ നിങ്ങൾ എത്രമാത്രം യോഗത്തിലിരിക്കുന്നുവോ, അതായത് എത്രമാത്രം ബാബയുടെ ഓർമ്മയിലിരിക്കുന്നുവോ അത്രയും നമ്മൾ ആത്മാക്കളിൽ നിന്നും കറ ഇളകിപ്പോകുന്നു ബാബ പറയാ. കറ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ ബാബയോട് വളരെയധികം സ്നേഹവും ഉണ്ടായിക്കൊണ്ടിരിക്കും, വളരെയധികം സന്തോഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ബാബ പറയാം. ബാബ സാഫ് കഹത്തെ ഹേ ബच्चे चार्ट रखो कि सारे दिन में हम कितना समय യാദ് करते हैं. അപ്പൊ ബാബ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു തരാണ്, കുട്ടികളെ നിങ്ങൾ ചാർട്ട് വെക്കൂ. എന്തിന്റെ ചാർട്ടാ വെക്കേണ്ടത്? മുഴുവൻ ദിവസത്തിലും നമ്മൾ എത്ര സമയം ഓർമ്മയിലിരുന്നു, ഈ മുഴുവൻ ദിവസത്തിലും എത്ര സമയം ബാബയുടെ ഓർമ്മയിലിരുന്നു, ആ ഒരു ചാർട്ട് വെക്കാൻ ബാബ കുട്ടികളോട് പറയാണ്. യാദ് കി യാത്ര യഹ് അക്ഷർ റൈറ്റ് ഹെ, അതായത് ഓർമ്മയുടെ യാത്ര, ഈ ഒരു അക്ഷരം അല്ലെ, ഈ ഒരു വാക്ക് വളരെ സത്യമായിട്ടുള്ളതാണ്, ശരിയാന്ന് ബാബ പറയാം. യാദ് കർത്തേ കർത്തേ കട്ട് നിക്കൽത്തേ നിക്കൽത്തേ അന്ത് മതി സോ ഗതി ഹോ ജായേഗി. ബാബ പറയാണ് നിങ്ങൾ ഓർമ്മിച്ചോർമ്മിച്ച് നിങ്ങളിൽ നിന്നും കറ പുറത്തേക്ക് പോകുമല്ലോ, കറ കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ ബാബ പറയുന്നത് അന്ത് മതി സോ ഗതിയായിട്ട് മാറും. വഹുത്തോ പണ്ടേ ലോക് യാത്രാ പർ ലേ ജാത്തേ ഹെ, അല്ലെ, വഴികാട്ടികള് എന്താണ് ആളുകളെ യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. യഹാം തോ ആത്മാ ഖുദ് യാത്ര കർത്തി ഹെ, ഇവിടെയാണെങ്കിലോ ആത്മാവ് സ്വയം യാത്ര ചെയ്യാണ്, അല്ലെ, നമ്മൾ ഓരോ ആത്മാക്കളും നമ്മൾ സ്വയം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓർമ്മയുടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പനെ പരന്താം ജാനാ ഹെ ക്യോംകി ഡ്രാമ കാ ചക്ര അബ് പൂരാ ഹോത്താ ഹെ. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് തിരിച്ചെവിടേക്കാ പോകേണ്ടത്? നമ്മുടെ വീടായ പരന്താമം, അല്ലെ, ആത്മാക്കളുടെ വീടാണ് പരന്താമം. അപ്പൊ നമുക്ക് നമ്മുടെ വീടായ പരന്താമത്തിലേക്ക് പോകണം. എന്തുകൊണ്ടാണ്? ഈ ഡ്രാമയുടെ ചക്രം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്, അല്ലെ. നമ്മൾ ആത്മാക്കൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ എന്തിനായിരുന്നു? പാർട്ട് അഭിനയിക്കാൻ. ഓരോ ആത്മാവിലും അവരവരുടെ പാർട്ടുണ്ട്. അത് പ്രകാരം ഈ ഒരു സൃഷ്ടി നാടകത്തില് അഭിനയിക്കാൻ വന്നവരാണ് നമ്മൾ ആത്മാക്കൾ. അപ്പോ ഇപ്പൊ ബാബ പറയുന്നത് ആ ഡ്രാമയുടെ ചക്രം പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. യഹ് ബി തും ജാൻതേ ഹോ കി യഹ് ബഹുത് ഗന്ദി ദുനിയാ ഹെ. ഇതും കുട്ടികൾക്കറിയാം, അതായത് ഇത് വളരെ മോശമായ ലോകമാണ്. ഇതും കുട്ടികൾക്കറിയാം, അഴുക്ക് നിറഞ്ഞ മോശമായിട്ടുള്ള ലോകമാണെന്നുള്ളത്. പരമാത്മാ കോ തോ കോയി ബി നഹി ജാൻതേ നാ ജാനേംഗെ ഇസ്ലിയെ കഹാ ജാതാ ഹെ വിനാശ് കാലേ വിപരീത ബുദ്ധി. അപ്പൊ ബാബ പറയാണ് പരമാത്മാവിനെ ആർക്കും തന്നെ അറിയില്ല, ഇനി അറിയാനും പോകുന്നില്ല എന്ന് ബാബ പറയാം. അതുകൊണ്ടാണ് ഇങ്ങനെ പാടുന്നത്, അതായത് വിനാശകാലേ വിപരീത ബുദ്ധി എന്ന്. ഉനോം കേലിയെ തോ യഹ് നർഗ് ഹി സ്വർഗ് കെ സമാൻ ഹെ. അതായത് ബാബ പറയുന്നത് മനുഷ്യർക്കാണെങ്കിലോ ഈ നരകം സ്വർഗത്തിന് സമാനമാണ്, അല്ലെ. അവരൊരിക്കലും ഇത് നരകമാണെന്ന് അവര് അംഗീകരിക്കില്ല. അവർക്ക് ഈ നരകം തന്നെ ബാബ പറയാ അവര് സ്വർഗത്തിന് സമാനമായിട്ടാണ് അവർ കാണുന്നത്. ഉനോം കി ബുദ്ധി മേം യഹ് ബാത്തേ ബൈട്ട് നാ സകേ. ബാബ പറയാണ് അവരുടെ ബുദ്ധിയില്
ഈ ഒരു കാര്യം ഇരിക്കുകയേയില്ല എന്ന് പറയാം. അപ്പം നമ്മൾ മറ്റുള്ളവരോട് മനസ്സിലാക്കുമല്ലോ, ഇത് നരകമാണ്, നമ്മളുടെ ഡ്രാമ പൂർത്തിയായിരിക്കുകയാണ്, തിരിച്ചു പോകേണ്ട സമയമാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ബാബ പറയാണ് അത് അവരുടെ ബുദ്ധിയിലിരിക്കുകയില്ല. കാരണം അവര് മനസ്സിലാക്കുന്നത് എന്താണ്? ഈ നരകത്തെ സ്വർഗമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് ബാബ പറയുന്നത് അവരുടെ ബുദ്ധിയിൽ ഈ കാര്യങ്ങളൊന്നും ഇരിക്കില്ല എന്ന് പറയാം. തും ബച്ചോം കോ യഹ് സബ് വിചാർ സാഗർ മന്ഥൻ കർണേ കെ ലിയേ ബഹുത് ഏകാന്ത് ചാഹിയേ. ബാബ പറയാണ് നിങ്ങൾ കുട്ടികൾക്ക് ഈ ബാബ പറഞ്ഞു തരുന്ന ഓരോ പോയിന്റ്സും വിചാരസാഗര മഥനം ചെയ്യണമെങ്കിൽ ബാബ പറയുന്നത് വളരെയധികം ഏകാന്തത ആവശ്യമാണ്. ഏകാന്തതയിൽ ഇരുന്നിട്ട് വേണം ബാബ പറഞ്ഞു തരുന്ന ഓരോ ജ്ഞാനരത്നങ്ങളും ഓരോ പോയിന്റ്സും നമ്മൾ വിചാരസാഗര മഥനം ചെയ്യേണ്ടത്. യഹാം തോ ഏകാന്ത് ബഹുത് അച്ചി ഹേ ഇസ്ലിയെ മധുബൻ കി മഹിമ ഹേ. ബാബ പറയാണ് ഇവിടെയാണെങ്കിലോ ഏകാന്തത വളരെ നന്നായിട്ട് തന്നെ ഉണ്ടെന്ന് പറയാം. എവിടെയാണ്? മധുബനില്. അതുകൊണ്ട് തന്നെയാണ് മധുബന് മഹിമയുമുള്ളത്. ബച്ചോം കോ ബഹുത് ഖുഷി ഹോനി ചാഹിയേ. ബാബ പറയാണ് കുട്ടികൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കണം എന്ന് പറയാ ബാബ. ഹം ജീവ് ആത്മാവോം കോ പരമാത്മാ പഠ് രഹേ ഹേ. ഏതൊരു കാര്യത്തിലാണ് നമ്മൾ കുട്ടികൾക്ക് സന്തോഷം വേണ്ടത്? നമ്മൾ ജീവാത്മാക്കളെ പരമാത്മാവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇത്രയും വലിയ ഭാഗ്യമാണ്. അപ്പൊ ഈ ഒരു ഭാഗ്യം അത് ഓർക്കുമ്പോൾ തന്നെ ബാബ പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കണം എന്ന് ബാബ പറയാം. കൽപ്പ് പഹലേ ബി എസേ പടായാത. ബാബ പറയാണ് കൽപ്പം മുമ്പും ഞാൻ നിങ്ങൾ കുട്ടികളെ എങ്ങനെ പഠിപ്പിച്ചിരുന്നു. ശ്രീകൃഷ്ണ കി ബാത്ത് നെഹി. ഇവിടെ ശ്രീകൃഷ്ണന്റെ കാര്യമല്ല എന്ന് ബാബ പറയാ. വഹുത്തോ ഛോട്ടാ ബച്ചാദ. ശ്രീകൃഷ്ണൻ ചെറിയ കുട്ടിയായിരുന്നു. വഹ് ആത്മാ യഹ് പരമാത്മാ. ശ്രീകൃഷ്ണൻ ആത്മാവാണ്, പക്ഷെ ബാബയാണെങ്കിലോ പരമാത്മാവാണ്. പഹലെ നമ്പർ കി ആത്മാ ശ്രീകൃഷ്ണ സോ ഫിർ ലാസ്റ്റ് നമ്പർ മേം ആ ഗയി ഹേ. അതായത് ശ്രീകൃഷ്ണന്റെ ആത്മാവ് എന്ന് പറയുന്നത് ആദ്യത്തെ നമ്പറിൽ വരുന്നതാ. പിന്നീട് ജന്മങ്ങൾ എടുത്തെടുത്ത് എന്താകും? അവസാനത്തെ ജന്മത്തിലേക്ക് വരുമല്ലോ, ലാസ്റ്റ് നമ്പറിലേക്ക് വന്നു കഴിഞ്ഞു എന്ന് പറയാ ബാബ. തോ നാം ബി അലഗ് ഹോ ഗയാ. അപ്പൊ പേരും വേറെയായി കഴിഞ്ഞു അല്ലെ. ഫസ്റ്റ് ജന്മത്തിലാണ് ശ്രീകൃഷ്ണൻ എന്ന പേര് വരുന്നത്. പിന്നീട് ആ ആത്മാവ് ജന്മങ്ങൾ എടുത്തെടുത്ത് ലാസ്റ്റ് നമ്പറിലേക്ക് വരുമ്പോൾ ബാബ പറയുന്നത് പേരും തീർച്ചയായിട്ടും മാറല്ലോ. ഓരോ ജന്മത്തിലും പേര് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് ലാസ്റ്റ് നമ്പറാണ്, ലാസ്റ്റ് ജന്മമാണ്. ഇവിടെയും പേര് വേറെയായിരിക്കും ബാബ പറയാ. ബഹുത് ജന്മോം കെ അന്ത് കെ ജന്മമേ നാം തോ ഓർ ഹോഗ. അപ്പൊ ബാബ പറയാണ് അനേക ജന്മങ്ങൾ എടുത്തെടുത്ത് അവസാന ജന്മത്തിലെ പേര് തീർച്ചയായിട്ടും വേറെയായിരിക്കും. കഹത്തെ ഹേ യഹ് തോ ദാദാ ലേഖരാജ് ഹേ. അപ്പോ അവസാന ജന്മത്തില് ആ ആത്മാവിന്റെ പേരെന്തായി മാറി? ദാദാ ലേഖരാജ്. യഹ് ഹേ ഹി ബഹുത് ജന്മോം കെ അന്ത് കാ ജന്മ. ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമുള്ള അന്തിമ ജന്മം അല്ലെ. ഫസ്റ്റ് ജന്മം ശ്രീകൃഷ്ണനായിരുന്നു. പിന്നീട് ജന്മം എടുത്തെടുത്ത് അവസാന ജന്മം വന്നപ്പോൾ ആ ആത്മാവിന്റെ പേരെന്തായി മാറി? ദാദാ ലേഖരാജ് എന്നായി മാറി. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അവസാന ജന്മം എന്ന് ബാബ പറയാം. ബാപ്പ് കഹത്തെ ഹേ മേ ഇൻമേം പ്രവേശ് കർ തുംകോ രാജയോഗ സിക്കല രഹാഹും. ബാബ പറയാണ് ഞാൻ ഇദ്ദേഹത്തിൽ അല്ലെ, അതായത് ദാദാ ലേഖരാജിൽ പ്രവേശിച്ചിട്ട് നിങ്ങൾ കുട്ടികളെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാപ്പ് കിസ്മേം തോ ആയെങ്കേന. ബാബ തീർച്ചയായിട്ടും ആരിലെങ്കിലും വരുമല്ലോ. കാരണം ബാബയ്ക്ക് തീർച്ചയായിട്ടും ഇവിടെ വരണം. ബാബയ്ക്ക് ശരീരവുമില്ല, അതുകൊണ്ട് ഒരു ശരീരം ആധാരം എടുക്കേണ്ടതായിട്ടും ഉണ്ട്. അതുകൊണ്ട് ബാബ പറയുന്നത് ആരിലെങ്കിലും ബാബ വരുമല്ലോ. ശാസ്ത്രോമേം യഹ് ബാത്തേം ഹേ നഹി. ശാസ്ത്രങ്ങളിലാണെങ്കിലോ ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല എന്ന് ബാബ പറയാ. ബാപ്പ് തും ബച്ചോം കോ പഠാത്തേ ഹേ തും ഹി പഠിത്തേ ഹോ. അപ്പൊ ബാബ പറയാണ് ഞാൻ നിങ്ങൾ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്, നിങ്ങൾ കുട്ടികൾ തന്നെയാണ് ഇതെല്ലാം പഠിക്കുന്നതും. ഫിർ സത്യയുഗമേം യഹ് ജ്ഞാൻ ഹോഗാ നഹി. പിന്നീട് ബാബ പറയണ സത്യയുഗത്തിലാണെങ്കിലോ ഈ ജ്ഞാനം ഉണ്ടാവുകയേയില്ല. വഹാം ഹേ പ്രാലബ്ധ്. സത്യയുഗത്തില് പ്രാലബ്ധമാണ് അല്ലെ.
നമ്മൾ ഇവിടെ ചെയ്യുന്ന പുരുഷാർത്ഥത്തിന്റെ ഒക്കെ ഫലമായിട്ട് കിട്ടുന്ന പ്രാപ്തിയാണ് സത്യയുഗത്തിൽ ഉണ്ടായിരിക്കുക. ബാപ്പ് സംഗം പർ ആക്കർ യഹ് നോളജ് സുനാത്തെ ഹേ ഫിർ തും പദ് പാ ലേത്തെ ഹോ. ബാബ സംഗമത്തിൽ വന്നിട്ടാണ് ഈ ഒരു ജ്ഞാനം നമ്മൾ കുട്ടികളെ കേൾപ്പിക്കുന്നത്. പിന്നീട് നമ്മൾ ഓരോരുത്തരും അവരവരുടെ പുരുഷാർത്ഥത്തിനനുസരിച്ചുള്ള പദവിയും എടുക്കുന്നുണ്ട്. യഹ് ടൈം ഹി ഹേ ബേഹദ് കെ ബാപ് സെ ബേഹദ് കാ വർഷ പാനെ കാ, ഇസ്ലിയെ ബച്ചോം കോ ഗഫലത്ത് നെഹി കർണി ചാഹിയെ. അപ്പൊ ബാബ പറയാണ്, ഈ ഒരു സമയം എന്ന് പറയുന്നത് പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് എടുക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ബാബ പറയാണ്, കുട്ടികളെ നിങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യരുത്, അല്ലെ? കാരണം ഇത് സമ്പത്ത് എടുത്തോണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ തെറ്റെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ, അപ്പൊ അവിടെ നമ്മളുടെ ആ സമ്പത്തൊക്കെ കുറയുമല്ലോ. അപ്പോൾ സമ്പത്ത്, പരിധിയില്ലാത്ത സമ്പത്ത് എടുക്കുന്ന സമയമാണിത്. അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യരുത് എന്ന് ബാബ പറയാം. മായ ഗഫലത്ത് ബഹുത്ത് കരാത്തി ഹേ. മായയാണെങ്കിലോ നിങ്ങൾ കുട്ടികളെ കൊണ്ട് ഒരുപാട് തെറ്റ് ചെയ്യിക്കും. ഫിർ സമജാ ജാത്താ ഹേ ഉൻകി തക്ദീർ മേം നഹി ഹേ. പിന്നെ മനസ്സിലാക്കും അവരുടെ ഭാഗ്യത്തിലില്ല എന്നുള്ളത്. ബാപ്പ് തോ തദ്ബീർ കരാത്തെ ഹേ, തക്ദീർ മേം കിത്നാ ഫർക്ക് പഡ് ജാത്താ ഹേ. ബാബയാണെങ്കിലോ നമ്മൾക്ക് ഭാഗ്യം ഉണ്ടാക്കി തരികയാണ്. പക്ഷെ ബാബ പറയുന്നത് ഈ ഭാഗ്യം അതില് വളരെയധികം വ്യത്യാസം ഉണ്ടായിരിക്കുന്നു. ബാബ പറയാം, കോയി പാസ് കോയി നാ പാസ് ഹോ ജാത്തേ ഹേ, അല്ലെ? അപ്പൊ എല്ലാവർക്കും ബാബ ഒരുപോലെയാണ് തരുന്നത്, പക്ഷെ കുട്ടികൾ എടുക്കുന്നത് ഒരുപോലെയല്ല, അല്ലെ? കുട്ടികൾ ജ്ഞാനം എടുക്കുന്നതായാലും ഇപ്പൊ ബാബയെ ഓർമ്മിക്കുന്ന കാര്യം, ധാരണ ചെയ്യുന്ന കാര്യത്തിലൊക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഭാഗ്യം എന്ന് പറയുന്നതിൽ വളരെയധികം വ്യത്യസ്തമായിട്ടാണ് ഭാഗ്യം വരുന്നത്. കാരണം കുട്ടികൾ ഒരുപോലെയല്ല എടുക്കുന്നത്. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ചിലര് പാസ്സാകും, ചിലരാണെങ്കിൽ പാസ്സാകില്ല എന്ന് പറയാം. ഡബിൾ സിർതാജ് ബന്നെ കേലിയെ പുരുഷാർത്ഥ് കർണാ പടേ. ബാബ പറയാണ്, ഇരട്ട കിരീടധാരികളായിട്ട് മാറുന്നതിന് നിങ്ങൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ബാപ്പ് കഹത്തെ ഹേ ഗൃഹസ്ഥ വ്യവഹാർ മേ ബൽ രഹോ, ലൗകിക് ബാപ്പ് കാ കർജ ബി ബച്ചോം കെ ഉത്താർനാ ഹേ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നോളൂ, ലൗകിക അച്ഛൻ്റെതായിട്ടുള്ള കടമകളും നിങ്ങൾ നിറവേറ്റണമെന്ന് ബാബ പറയാ. ലോഫുൾ ചൽനാഹെ, നിയമപരമായിട്ട് തന്നെ നിങ്ങൾക്ക് നടക്കണം. യഹാം തോ സബ് ഹേ ബേകായതെ. ഇവിടെ നോക്കുകയാണെങ്കിൽ ബാബ പറയുന്നത് എല്ലാം നിയമം തെറ്റിച്ചിട്ടാണെന്ന് പറയാ. തും ജാൻതേ ഹോ ഹം ഹി ഇത്തിനെ ഊഞ്ച് പവിത്രതേ ഫിർ ഗിർത്തെ ആയേ ഹേ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്കറിയാം നമ്മൾ തന്നെയായിരുന്നു ഇത്രയും ഉയർന്ന പവിത്രമായിട്ടിരുന്നത്, പിന്നീട് നമ്മൾ താഴേക്ക് വീഴുന്നു. അബ് ഫിർ പവിത്ര ബന്നാഹേ, ഇപ്പൊ നമുക്ക് വീണ്ടും പവിത്രമായിട്ട് മാറണം എന്ന് ബാബ പറയാ. പ്രജാപിത ബ്രഹ്മ കെ ബച്ചേ സബ് ബീകെ ഹോ തോ ക്രിമിനൽ ദൃഷ്ടി ഹോ നാ സകെ ക്യൂംകി തും ബായി ബഹൻ ടഹരേനാ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾ ആരുടെ കുട്ടികളാണ്? പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികൾ, നമ്മൾ ബീക്കയാണ്. അപ്പൊ ബാബ പറയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഒരിക്കലും ക്രിമിനൽ ദൃഷ്ടി ഉണ്ടാകാൻ പാടില്ല, അല്ലെ? വികാരി ദൃഷ്ടി ഒരിക്കലും നിങ്ങൾക്ക് പരസ്പരം ഉണ്ടാകാൻ പാടില്ല എന്ന് ബാബ പറയാ. കാരണം എന്തുകൊണ്ടാണ്? പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികളാണ് നമ്മൾ. അപ്പൊ നമ്മൾ പരസ്പരം ആരാണ്? സഹോദരനും സഹോദരിയുമാണ്. അപ്പൊ പരസ്പരം ഒരു വികാരി ദൃഷ്ടി ഉണ്ടാകാൻ പാടില്ലല്ലോ. അതാണ് ബാബ പറയുന്നത്. യഹ് ബാപ്പ് യുക്തി ബത്താത്തെ ഹേ. അപ്പൊ ബാബ യുക്തി പറഞ്ഞു തരാന്ന് പറയാം. തും സബ് ബാബ ബാബ കഹത്തെ രഹത്തെ ഹോ തോ ബായി ബഹൻ ഹോ ഗയേ. അപ്പൊ നിങ്ങളെല്ലാവരും ബാബ ബാബ എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പരസ്പരം എന്തായിട്ടാണ് മാറുന്നത്? സഹോദരനും സഹോദരിയുമായിട്ട് മാറുന്നു. ഭഗവാൻ കോ സബ് ബാബ കഹത്തെ ഹേന. അപ്പൊ ബാബ പറയാണ്, ഭഗവാനെ എല്ലാവരും ബാബ എന്ന് തന്നെയല്ലേ പറയുക. ആത്മായേം കഹത്തി ഹേ ഹം ശിവ ബാബാക്കെ ബച്ചേ ഹേ. ആത്മാക്കൾ തന്നെയാണ് പറയുന്നത്, ഞങ്ങൾ ശിവബാബയുടെ കുട്ടികളാണ്. ഫിർ ശരീർ മേ ഹേ തോ ബായി ബഹൻ ടഹരെ. പിന്നീട് ശരീരത്തിലേക്ക് വരുമ്പോൾ സഹോദരനും സഹോദരിയുമായിട്ട് മാറും, അല്ലെ? അപ്പൊ നമ്മൾ ആത്മാക്കൾ
പരമാത്മാവിന്റെ മക്കളായിട്ടിരിക്കുന്ന ആ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ആത്മിക് സ്റ്റേജ് ആണ്. അപ്പൊ അവിടെ എന്ന് പറയുന്നത് എന്താണ്? പരസ്പരം സഹോദരനും സഹോദരനുമാണ്, ബായി ദൃഷ്ടിയാണ്. പക്ഷെ നമ്മൾ എപ്പോഴാണ് ശരീരത്തിലേക്ക് വരുന്നത്, അപ്പൊ ആത്മാവ് സ്ത്രീ ശരീരവും എടുക്കും, പുരുഷ ശരീരവും എടുക്കും. അപ്പൊ അവിടെ നമ്മൾ എന്തായി മാറും? പരസ്പരം സഹോദരനും സഹോദരിയുമായിട്ട് മാറുമെന്ന് ബാബ പറയാം. ഫിർ ഹമാരി ക്രിമിനൽ ഐ ക്യൂം ജായേ. അപ്പൊ ബാബ പറയുന്നത് പിന്നെ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു വികാരി ദൃഷ്ടി വരിക? കാരണം നമ്മൾ പരസ്പരം ഒന്നല്ലെങ്കിൽ സഹോദര സഹോദരൻ അല്ലെങ്കിൽ സഹോദരി സഹോദരൻ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ ഒരു വികാരി ദൃഷ്ടി വരിക എന്ന് ബാബ ചോദിക്കാം. തും ബഡി ബഡി സഭാമേം യഹ് സമജാ സക്തേ ഹോ. ബാബ പറയാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വലിയ വലിയ സഭകളിലെല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമെന്ന് ബാബ പറയാം. തും സബ് ബായി ഹോ ഫിർ പ്രജാപിത ബ്രഹ്മ ദ്വാര രചന രചി ഗയി തോ ബായി ബഹൻ ഹോ ഗയേ ഓർ കോയി സംബന്ധ് നഹി. ബാബ പറയാണ് നിങ്ങൾ കുട്ടികൾ പരസ്പരം ബായിയാണ്. പിന്നീട് പ്രജാപിത ബ്രഹ്മാവിലൂടെ രചന രചിക്കുമ്പോൾ അവിടെ പിന്നെ നമ്മൾ എന്തായി മാറും? സഹോദരനും സഹോദരിയുമായിട്ട് മാറും. ഇതല്ലാതെ വേറെ ഒരു സംബന്ധവുമില്ല എന്ന് പറയാം. ഒന്നല്ലെങ്കിൽ നമ്മൾ സഹോദര ബന്ധമായിരിക്കും, ഇല്ലെങ്കിൽ സഹോദരനും സഹോദരിയും. ഈ ബന്ധം മാത്രമേ ഉള്ളൂ, വേറെ ഒരു സംബന്ധവും ഇല്ല എന്ന് ബാബ പറയാം. ഹം സബ് ഏക് ബാപ്പ് കെ ബച്ചേ ഹേ. നമ്മൾ കുട്ടികളെല്ലാവരും ഒരച്ഛൻ്റെതാണ്, അല്ലെ? ഒരച്ഛന്റെ മക്കളാണ് നമ്മളെല്ലാവരും. ഏക് ബാപ്പ് കെ ബച്ചേ ഫിർ വികാർ മേം കൈസേ ജാ സക്തേ ഹേ. ഒരച്ഛന്റെ കുട്ടികളായ നമ്മൾ എല്ലാവരും പിന്നെ എങ്ങനെയാണ് വികാരത്തിലേക്ക് പോകാൻ കഴിയുക എന്ന് ബാബ പറയാം. ബായി ബി ഹേ തോ ബായി ബഹൻ ബി ഹേ. ബാപ്പിനെ സംജായാ ഹേ യഹ് ആംഗേം ബഹുത്ത് ധോക്ക ദേനെ വാലേ ഹേ. ബാബ പറയാണ്, അതായത് കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്, ഈ കണ്ണുകൾ നിങ്ങളെ വളരെയധികം ചതിക്കുന്നതാണ്. ആംഗേം ഹി അച്ചി ചീസ് ദേഖ്തി ഹേ തോ ദിൽ ഹോത്തി ഹേ. അതായത് കണ്ണുകൾ തന്നെയാണല്ലോ ഓരോന്നും കാണുന്നത്. അപ്പൊ നല്ല നല്ല വസ്തുക്കളൊക്കെ കാണുമ്പോൾ ബാബ പറയുന്നത് അതിലൊക്കെ ഒരു ആഗ്രഹം വരും, ഇച്ഛ വരുന്ന ബാബ പറയാം. അഗർ ആങ്കേം ദേക്കേങ്കി നഹി തോ തൃഷ്ണാബി നഹി ഉടേങ്കി. ഇനി അഥവാ നിങ്ങൾക്ക് കണ്ണുകൾ കാണുന്നില്ല എന്ന് കരുതുക, അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഒരു ആഗ്രഹവും അവിടെ വരില്ല. അപ്പൊ കണ്ണുകൾ ചതിക്കുമെന്ന് പറയാം. എന്തുകൊണ്ടാണ് ബാബ പറയുന്നത്? കാരണം കണ്ണുകൾ കൊണ്ടാണ് നമ്മൾ കാണുന്നത്, കാണുമ്പോഴാണ് അവിടെ ആഗ്രഹം വരുന്നത്, അല്ലെ? അതാ ബാബ പറയുന്നത്, ഇപ്പൊ കണ്ണുകൾ കാണുന്നില്ല എങ്കിൽ പിന്നെ അവിടെ ഒരു ആഗ്രഹവും ഉണ്ടാകില്ല എന്ന് പറയാ ബാബ. ഇൻ ക്രിമിനൽ ആംഗോം കോ ബദൽന പടുത്താഹെ. ബാബ പറയാണ്, നിങ്ങൾ ഈ വികാരി ദൃഷ്ടിയെ നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റേണ്ടതുണ്ട്. ബായി ബഹൻ വികാർമേൻ തോ ജാ നഹി സക്തേ. സഹോദരനും സഹോദരിക്കും ഒരിക്കലും വികാരത്തിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പറയാ ബാബ. വഹ് ദൃഷ്ടി നിക്കൽ ജാനി ചാഹിയെ. അങ്ങനെ ഒരു എന്താണ് ബാബ പറയുന്നത്? വികാരി ദൃഷ്ടി അത് നിങ്ങൾക്ക് എന്തായാലും കളയണമെന്ന് ബാബ പറയാ. ജ്ഞാൻ കെ തീസരെ നേതൃക്ക ബൽ ചാഹിയെ. അപ്പൊ അങ്ങനെ ഒരു വികാരി ദൃഷ്ടി നമുക്കുണ്ടെങ്കിൽ ബാബ പറയുന്നത് അതിനെ കളയണം. അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? ജ്ഞാനത്തിന്റെ മൂന്നാം കണ്ണിന്റെ ബലം, അല്ലെ? ജ്ഞാനത്തിന്റെ മൂന്നാം കണ്ണിന്റെ ബലമാണ് നമുക്ക് എന്തിനായിട്ട് വേണ്ടത്? വികാരി ദൃഷ്ടി കളയാനായിട്ട് വേണ്ടത്. ആദാ കൽപ്പ് ഇൻ ആംഗോം സേ കാം കിയാ ഹേ അബ് ബാപ്പ് കഹത്തെ ഹേ യഹ് സാരി കട്ട് നിക്കലേ കൈസേ. അതായത് പകുതി കൽപ്പം നിങ്ങൾ ഈ കണ്ണുകൾ കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇപ്പൊ ബാബ പറയാണ്, നിങ്ങൾ ഈ മുഴുവൻ കറയും എങ്ങനെ കളയും? ഹം ആത്മാ ജോ പവിത്ര ദി ഉസ്മേം കട്ട് ലഗി ഹേ. ബാബ പറയണത്, നമ്മൾ ആത്മാക്കൾ പവിത്രമായിരുന്നു, ആ ആത്മാവിൽ തന്നെയാണ് കറ പുരണ്ടിരിക്കുന്നത്. ജിത്തന ബാപ്പ് കോ യാദ് കരേങ്കെ ഉത്തന ബാപ്പ് സേ ലവ് ജുട്ടേഗ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ എത്രമാത്രം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും ബാബയോട് ആ സ്നേഹം കൂടിക്കൊണ്ടിരിക്കും, അല്ലെ? ആ സ്നേഹത്തിന്റെ ആ ബോണ്ടിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബാബ പറയാ. പടായി സേ നഹി യാദ് സേ ലവ് ജുട്ടേഗ. അതായത് പഠിപ്പിലൂടെയല്ല, ഓർമ്മയിലൂടെയാണ് ഈ സ്നേഹം ഉണ്ടാകുന്നത് എന്ന് ബാബ പറയാം. ഭാരത് കാഹേ ഹി പ്രാചീന योग जिससे ആത്മാ പവിത്ര ബൻ അപ്നെ ദാം ചലി ജായേഗി. ബാബ പറയാണ്,
ഭാരതത്തിൽ തന്നെയാണ് എന്ത് പ്രാചീന യോഗവും ഉള്ളത്. ജിസ്സെ അതിലൂടെയാണ് ആത്മാവ് പവിത്രമായിട്ട് മാറി തന്റെ ധാമത്തിലേക്ക് പോകുന്നത് അല്ലെ. അപ്പൊ ഈ യോഗം, പ്രാചീന യോഗം ഭാരതത്തിൽ തന്നെയാണ്. ആ പ്രാചീന യോഗത്തിലൂടെ തന്നെയാണ് ആത്മാവ് എന്തായിട്ട് മാറുന്നത്? പവിത്രമായിട്ട് മാറി തിരിച്ച് തന്റെ ധാമത്തിലേക്ക് പോകുന്നത്. സബ് ഭായിയോം കോ അപ്പനെ ബാപ്പ് കാ പരിചയ ദേനാ ഹേ. ബാബ പറയുന്നത് നിങ്ങൾ എല്ലാ സഹോദരന്മാർക്കും എന്താണ്? തന്റെ അച്ഛന്റെ പരിചയം കൊടുക്കണം അല്ലെ. എല്ലാവരുടെയും അച്ഛൻ ഒന്നാണ്. അപ്പോൾ എല്ലാ സഹോദരന്മാർക്കും നമ്മൾ ബാബയുടെ പരിചയം കൊടുക്കണം. സർവവ്യാപിക്ക് ജ്ഞാൻ സേ തോ ബിൽക്കുൽ ഗിർ ഗയേ ഹേ ജോർ സേ. ബാബ പറയാണ് ഈ സർവവ്യാപി എന്ന ജ്ഞാനം കൊണ്ട് എന്താണ്? നിങ്ങൾ തീർത്തും താഴേക്ക് വീണുപോയിരിക്കുന്നു എന്ന് പറയാം ബാബ. അതായത് ഭഗവാൻ സർവവ്യാപിയാണ് എന്ന ജ്ഞാനമായിരുന്നു നമ്മളിൽ ആദ്യം ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ആ ജ്ഞാനത്താൽ നിങ്ങൾ അത്രയ്ക്കും അധപതിച്ചു പോയി. ഇപ്പൊ നമുക്ക് മനസ്സിലായി ഭഗവാൻ സർവവ്യാപിയല്ല എന്നുള്ളത്. അഭി ബാപ്പ് കഹത്തെ ഹേ ഡ്രാമ അനുസാർ തുമാരാ പാർട്ട് ഹേ. ഇപ്പൊ ബാബ പറയുന്നത് ഡ്രാമ അനുസരിച്ച് നിങ്ങളുടെ പാർട്ട് അങ്ങനെയാണ് അല്ലെ. ഭഗവാൻ ഇങ്ങനെ സർവവ്യാപി എന്ന് പറയും, അതൊക്കെ ഡ്രാമയിലുള്ളതാണ്. അപ്പോൾ ബാബ പറയാണ് നിങ്ങൾ കുട്ടികളുടെ പാർട്ടാണത്. അങ്ങനെ എന്താണ്? താഴേക്ക് അധപതിക്കണം എന്നുള്ള പാർട്ടും ഡ്രാമയിലുണ്ട്. ബാബയെ സർവ്വവ്യാപി എന്ന് പറയാനുള്ള പാർട്ടുമുണ്ട്. അപ്പൊ അതൊക്കെ ഡ്രാമയിലുള്ളതാന്ന് ബാബ പറയാം. രാജധാനി അവശ്യ സ്ഥാപൻ ഹോനി ഹേ. ബാബ പറയുന്നത് രാജധാനി തീർച്ചയായിട്ടും ഇവിടെ സ്ഥാപിക്കപ്പെടണം. ജിത്തന കൽപ്പ് പഹലെ പുരുഷാർത്ഥ് കിയാ ഹേ ഉത്തനാ ഹി വഹ് കരേങ്കെ സരൂർ. ആരൊക്കെയാണോ കൽപ്പം മുമ്പ് എത്രമാത്രം പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ടോ അത്രയും പുരുഷാർത്ഥം അവർ തീർച്ചയായിട്ടും ചെയ്യുമെന്ന് പറയാം അല്ലെ. ഓരോ ആത്മാക്കളും കൽപ്പം മുമ്പ് എത്രമാത്രമാണോ അവര് പുരുഷാർത്ഥം ചെയ്തിട്ടുള്ളത് അവർ തീർച്ചയായിട്ടും ഈ കൽപ്പത്തിലും ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യുന്ന ബാബ പറയാ. തും സാക്ഷി ഹോ ദേഖ്തേ രഹ്തേ ഹോ. നിങ്ങൾ സാക്ഷിയായിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കൂ എന്ന് ബാബ പറയാ. യഹ് പ്രദർശിനിയാം ആദിത്തോ ബഹുത്ത് ദേഖ്തേ രഹേങ്കെ. ഈ പ്രദർശനികളും മുതലായവയും നിങ്ങൾ ധാരാളം കണ്ടുകൊണ്ടിരിക്കും. തുമാരി ഈശ്വരീയ മിഷൻ ഹേ. നിങ്ങളുടേത് ഈശ്വരീയ മിഷനാന്ന് പറയാ ബാബ. യഹ് ഹേ ഇൻകോർപ്പോറിയൽ ഗോഡ് ഫാദർലി മിഷൻ. ബാബ പറയണത് ഇത് തന്നെയാണ് നിരാകാരനായ ഈശ്വരന്റെ മിഷൻ എന്ന് ബാബ പറയാ. വഹ് ഹോത്തി ഹേ ക്രിസ്ത്യൻ മിഷൻ ബൗദ്ധി മിഷൻ. അതായത് ക്രിസ്തീയ മിഷനുണ്ട്, ബൗദ്ധികളുടെ മിഷനൊക്കെ ഉണ്ട്. ഇതാണെങ്കിലോ നിരാകാരനായ ഈശ്വരന്റെ മിഷനാണെന്ന് പറയാം. നിരാകാർത്തോ സരൂർ കോയി ശരീരമേം ആയേഗാന. നിരാകാരൻ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ശരീരത്തിൽ വരുമല്ലോ എന്ന് ബാബ പറയാ. തുമ്പി നിരാകാർ ആത്മായെ മേരെ സാത്ത് രഹനെ വാലി ദി. ബാബ പറയണ നിങ്ങൾ നിരാകാരരായ ആത്മാക്കളും എന്റെ കൂടെ വസിച്ചിരുന്നവർ തന്നെയല്ലേ എന്ന് ബാബ ചോദിക്കുകയാണ്. യഹ് ഡ്രാമ കൈസാ ഹേ. ഈ ഡ്രാമ എങ്ങനെയുള്ളതാണ്? യഹ് കിസ്കി ബി ബുദ്ധി മേ നഹി ഹേ. ഇത് ആരുടെയും ബുദ്ധിയിലില്ല എന്ന് ബാബ പറയാ. രാവൺ രാജ്യമേം സബ് വിപരീത ബുദ്ധി ബൻ പടേ ഹേ. ബാബ പറയാണ് രാവണ രാജ്യത്തിൽ എല്ലാവരും വിപരീത ബുദ്ധിയായിട്ട് മാറിയിരിക്കുകയാണ്. അബ് ബാപ്പ് സേ പ്രീത് ലഗാനി ഹേ. ബാബ പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ആരോടാണ് പ്രീതി വെക്കേണ്ടത്? ബാബയോടാണ് പ്രീതി വെക്കേണ്ടത്. തുമാര അഞ്ചാം വായദാ ഹേ മേരാത്തോ ഏക് ദൂസര നാ കോയി. ബാബ പറയുന്നത് നിങ്ങളുടെ പ്രതിജ്ഞയാണ്, എന്റേത് ഒരേയൊരു ശിവബാബ മാത്രമാണ്, രണ്ടാമതൊരാളില്ല. ഇത് നിങ്ങൾ കുട്ടികളുടെ പ്രതിജ്ഞയാണെന്ന് ബാബ പറയാം. നഷ്ടോ മോഹ ബന്നാഹേ. നിങ്ങൾക്ക് നഷ്ടോ മോഹയായിട്ട് മാറണം. ബഡി മെഹനത്ത് ഹേ. ഇത് അത്ര എളുപ്പമൊന്നുമല്ല എന്ന് ബാബ പറയാ. കുറച്ച് പരിശ്രമമുണ്ട് അല്ലെ. നഷ്ടോ മോഹയായിട്ട് മാറുന്ന കാര്യത്തില് എന്തായാലും പരിശ്രമമുണ്ട്. യഹ് ജൈസെ ഫാസി പർ ചढ़ना ഹേ. ബാബ പറയുന്നത് ഇത് തൂക്കുകയറിൽ കയറുന്നത് പോലെയാണ്, കുറച്ച് പരിശ്രമമുണ്ട്. ബാപ്പുക്കോ യാദ് കർണ മാന ഫാസി പർ ചढ़ന. ബാബ പറയുന്നത് ബാബയെ ഓർമ്മിക്കുക, അതിന്റെ അർത്ഥം എന്താണ്? തൂക്കുകയറിൽ തൂങ്ങുക എന്നുള്ളതാണെന്ന് പറയാം. അതായത് കുറച്ച് പരിശ്രമമാണ്, അതുകൊണ്ടാണ് ബാബ പറയുന്നത്.
ശരീർ കോ ബോൽ ആത്മാക്കോ ചലേ ജാനാ ഹേ ബാപ്പ് കി യാദ് മേ. നിങ്ങൾ ഈ ശരീരത്തെ എല്ലാം മറന്നിട്ട് ആത്മാവിന് തിരിച്ചു പോകണം, ബാബയുടെ ഓർമ്മയിൽ പോകണം എന്ന് ബാബ പറയാം. ബാപ്പ് കി യാദ് ബഹുത്ത് സരൂരി ഹേ. ബാബയുടെ ഓർമ്മ വളരെയധികം അത്യാവശ്യമാണ്. നെഹീത്തോ കട്ട് കൈസേ ഉത്തരേങ്കി. ഇല്ല എങ്കിൽ ബാബ പറയുന്നത് നിങ്ങൾ ആത്മാവിൽ പറ്റിയിരിക്കുന്ന ആ കറ എങ്ങനെ ഇളകിപ്പോകും? ബാബയുടെ ഓർമ്മയിലൂടെ മാത്രമേ ആത്മാവിൽ പറ്റിയിരിക്കുന്ന കറ ഇളകൂ. അതാ ബാബ പറയുന്നത് ബാബയുടെ ഓർമ്മ അവിടെ അത്യാവശ്യമാണെന്ന് പറയാം. ബച്ചോം കെ അന്തർ മേ ഖുശി രഹനി ചാഹിയേ ശിവ ബാബ ഹംകോ പഠാത്തേ ഹേ. അപ്പൊ ബാബ വീണ്ടും പറയാണ്, കുട്ടികളുടെ ഉള്ളിൽ ഈ ഒരു സന്തോഷം ഉണ്ടായിരിക്കണം. അതായത് ആരാണ് എന്നെ പഠിപ്പിക്കുന്നത്? ശിവബാബയാണ് എന്നെ പഠിപ്പിക്കുന്നത്. ആ ഒരു സന്തോഷം കുട്ടികളിൽ ഉണ്ടായിരിക്കണം എന്ന് ബാബ പറയാം. कोई सुने तो कहेंगे यह क्या कहते हैं क्योंकि वह तो ശ്രീകൃഷ്ണ കോ ഭഗവാൻ സമജാത്തെ ഹേ. അതായത് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ അവർ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, ഇവരെന്താണ് ഈ പറയുന്നത് എന്ന് ചോദിക്കും. കാരണം എന്തുകൊണ്ടാണ്? അവർ ശ്രീകൃഷ്ണനെയാണ് ഭഗവാൻ എന്ന് അംഗീകരിക്കുന്നത്. അതുകൊണ്ട് അവരെന്തായാലും ചോദിക്കുന്ന ബാബ പറയാം. വഹത്തോ ശ്രീകൃഷ്ണക്കോ ഭഗവാൻ സമജിത്തേ ഹെ. അപ്പൊ അവര് ശ്രീകൃഷ്ണനെയാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. തും ബച്ചോം കോ തോ അഭി ബഡി ഖുഷി ഹോത്തി ഹെ കി ഹം അബ് ശ്രീകൃഷ്ണ കി രാജധാനി മേ ജാത്തെ ഹെ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്കാണെങ്കിലോ ഇപ്പോൾ വളരെയധികം സന്തോഷമാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഇപ്പോൾ ശ്രീകൃഷ്ണന്റെ രാജധാനിയിലേക്കാണ് പോകുന്നത്. ആ ഒരു സന്തോഷം നിങ്ങൾ കുട്ടികൾക്കുണ്ടായിരിക്കുന്നു പറയാ ബാബ. ഹം ബി പ്രിൻസ് പ്രിൻസസ് ബൻ സക്തേ ഹേ. അതായത് ഞങ്ങൾക്കും രാജകുമാരനും രാജകുമാരിയുമായിട്ട് മാറാൻ കഴിയും. ഈ ഒരു സന്തോഷവും കുട്ടികൾക്കുണ്ട്. വഹ് ഹേ ഫസ്റ്റ് പ്രിൻസ്. ശ്രീകൃഷ്ണനാണെങ്കിലോ ആദ്യത്തെ രാജകുമാരനാണ്. നയേ മക്കാൻ മേ രഹത്തെ ഹേ. പുതിയ വീട്ടിലാണ് താമസിക്കുന്നത്. പുതിയ വീടെന്ന് പറയുന്നത് ഏതാണ്? സത്യയുഗം അല്ലെ? സത്യയുഗത്തിലാണ് ശ്രീകൃഷ്ണൻ ആദ്യത്തെ രാജകുമാരനായിട്ട് വരുന്നത്. ബാദമേ ജോ ബച്ചെ ജന്മ ലേങ്കെ വഹുത്തോ ദേരി സെ ആയേ ഹേന. പിന്നീട് കുട്ടികളൊക്കെ ജന്മമെടുക്കുന്നുണ്ട് അല്ലെ? അവര് കുറച്ച് വൈകിട്ടാണല്ലോ വരുന്നത്. ജന്മ സ്വർഗമേം ഹി ഹോഗ. പക്ഷെ ജന്മം എവിടെയായിരിക്കും? അത് സ്വർഗത്തിൽ തന്നെ ആയിരിക്കും എന്ന് പറയാ ബാബ. തുമ്പി സ്വർഗമേം പ്രിൻസ് ബൻ സക്തേ ഹോ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്കും ഈ സ്വർഗത്തിൽ രാജകുമാരനായിട്ട് മാറാൻ സാധിക്കും. സബുത്തോ പഹലെ നമ്പർ മേ നെഹി ആയെങ്കിൽ. ബാബ പറയുന്നത് എല്ലാവരും ആദ്യത്തെ നമ്പറിലേക്ക് വരില്ല അല്ലെ? നമ്പർ വാർ മാല ബനേങ്കിന. നമ്പർ വാർ ആയിട്ടാണല്ലോ മാല ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ആദ്യം വരാൻ സാധിക്കോ? ഇല്ല. അതാ ബാബ പറയുന്നത്. ബാപ്പ് കഹത്തെ ഹേ ബച്ചേ ഖൂബ് പുരുഷാർത്ഥ കരോ. ബാബ പറയാണ് കുട്ടികളോട്, കുട്ടികളെ നിങ്ങൾ നന്നായി പരിശ്രമിക്കൂ. യഹാം തും ആയേ ഹോ നർസെ നാരായൺ ബന്നെ. ഇവിടെ നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത്? നരനിൽ നിന്നും നാരായണനായിട്ട് മാറാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നന്നായി പരിശ്രമിക്കൂ, നന്നായി പുരുഷാർത്ഥം ചെയ്യൂ എന്ന് ബാബ പറയാം. കഥാബി സത്യനാരായൺ കി ഹെ. കഥയും സത്യനാരായണന്റേതാണ്. സത്യലക്ഷ്മിക്ക് കഥ കബി നഹി സുനി ഹോഗി. നിങ്ങൾ ഒരിക്കലും സത്യലക്ഷ്മിയുടെ കഥയൊന്നും നിങ്ങൾ ഒരിക്കലും കേട്ടിരിക്കില്ല. ബാബ പറയാണ്, പ്യാർ ബി സബ്കാ ശ്രീകൃഷ്ണ പർ ഹേ. ബാബ പറയുന്നത് എല്ലാവർക്കും സ്നേഹം ആരോടാണ്? ശ്രീകൃഷ്ണനോടാണ്. ശ്രീകൃഷ്ണ കോഹി ജൂലേമേം ജുലാത്തേ ഹേ. ശ്രീകൃഷ്ണനെ തന്നെയാണ് ഊഞ്ഞാലിലൊക്കെ ആട്ടുന്നതും. രാധേ കോ ക്യൂം നഹി. രാധയെ എന്തുകൊണ്ടാ ചെയ്യാത്തത് എന്ന് ബാബ ചോദിക്കാം. ഡ്രാമ പ്ലാൻ അനുസാർ ഉൻകാ നാം ചലാ ആത്താ ഹേ. അപ്പൊ ബാബ അതിന്റെ ആൻസർ തരാണ്. ഡ്രാമ അനുസരിച്ച് ശ്രീകൃഷ്ണന്റെ പേര് തന്നെയാണ് പ്രസിദ്ധമാകുന്നത്. ശ്രീകൃഷ്ണനോട് തന്നെയാണ് എല്ലാവർക്കും വളരെയധികം സ്നേഹമുള്ളത്. അതൊക്കെ ഡ്രാമ അനുസരിച്ചിട്ടാണെന്ന് ബാബ പറയാം. തുമാരി ഹം ജിൻസ് തോ രാധേ ഹേ ഫിർ ബി പ്യാർ ശ്രീകൃഷ്ണ സേ ഹേ. ബാബ പറയുന്നത് നിങ്ങളുടെ ആ വർഗം എന്ന് പറയുന്നത് രാധയാണല്ലേ? അപ്പൊ ബാബ കുമാരിമാരോട് കൂടുതലും കുമാരിമാരാണല്ലോ. അപ്പൊ മാതാക്കളോടും കുമാരിമാരാണ് കൂടുതൽ. അപ്പൊ അവരോട് ബാബ പറയുന്നത് നിങ്ങളുടെ വർഗം എന്ന് പറയുന്നത് രാധയാണ്. പക്ഷെ നിങ്ങൾക്ക് ആരോടാണ് സ്നേഹം കൂടുതൽ? അത് ശ്രീകൃഷ്ണനോടാണെന്ന് പറയാ. ഉൻകാ ഡ്രാമ മേം പാർട്ട് ബി ഏസാ ഹേ. അതായത്
ശ്രീകൃഷ്ണന്റെ ഡ്രാമയനുസരിച്ച് ശ്രീകൃഷ്ണന്റെ പാർട്ട് തന്നെ അതാണ് അല്ലെ. എല്ലാവരാലും സ്നേഹിക്കപ്പെടുക എന്ന പാർട്ടുണ്ട് ശ്രീകൃഷ്ണന്. അപ്പൊ പിന്നെ അതങ്ങനെയല്ലേ വരുള്ളൂ. ബച്ചേ ഹമേശ പ്യാരെ ഹോത്തേ ഹേ. കുട്ടികളാണെങ്കിലോ എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കും അല്ലെ. കുട്ടികൾ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, എല്ലാവർക്കും വളരെയധികം സ്നേഹം ഉണ്ടായിരിക്കും, എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കും. ബാബ ബച്ചോം കോ ദേക്ക് കിത്തനാ കുശ് ഹോത്തേ ഹേ. ബാബയ്ക്കാണെങ്കിലോ കുട്ടികളെ കാണുമ്പോൾ വളരെയധികം സന്തോഷമാണെന്ന് പറയാം. ബച്ച ആയേഗാ തോ ഖുഷി ഹോഗി, ബച്ചി ആയേഗി തോ ഗുഡ്കാ കാത്തേ രഹേഗി. അപ്പൊ ബാബ പറയാണ്, ആൺകുട്ടിയാണെങ്കിൽ വളരെയധികം സന്തോഷം ഉണ്ടാകും, പെൺകുട്ടികളാണെങ്കിലോ അതായത് കോട്ടുവായൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ബാബ പറയാം. കാരണം അത്രയും അങ്ങോട്ട് സന്തോഷമൊന്നും ഉണ്ടായിരിക്കില്ല. കൈത്തോ മാർബി ദേത്തേഹെ. ചിലരാണെങ്കിലോ പെൺകുട്ടികളാണെങ്കിൽ അവരെ വധിക്കുകയും ചെയ്യുമെന്ന് പറയാ ബാബ. കൈത്തോ മാർബി ദേത്തേഹെ. രാവൺ കെ രാജ്യമേം ക്യാരക്ടേഴ്സ് കാ കിത്തന ഫർക്ക് ഹോ ജാത്തേഹെ. അപ്പൊ ബാബ പറയണത് ഈ രാവണ രാജ്യത്തില് ഓരോരുത്തരുടെ സ്വഭാവം എത്ര മാത്രമാണ് വൈവിധ്യമാർന്ന സ്വഭാവങ്ങളാണെന്ന് ബാബ പറയാ. ഗാത്തേ ബി ഹേ അപ്പന സർവഗുണ ആപ്പ് സർവഗുണ സമ്പന്ന ഹേ ഹം നിർഗുൺ ഹേ. എന്നിട്ട് പാടുന്നുമുണ്ട്, അതായത് നിങ്ങൾ സർവഗുണ സമ്പന്നരാണ്. അതായത് ദേവതമാരുടെ മുന്നിൽ പോയിട്ട് പറയും, അങ്ങ് സർവഗുണ സമ്പന്നനാണ്, ഞങ്ങൾ നിർഗുണനാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പാപിയാണെന്നൊക്കെ പറയും. അബ് ബാപ്പ് കഹത്തെ ഹേ ഫിർസെ ഏസാ ഗുണവാൻ ബനോ. ഇപ്പൊ ബാബ പറയാണ്, നിങ്ങൾ വീണ്ടും ഇതുപോലെയുള്ള ഗുണവാനായിട്ട് മാറൂ അല്ലെ, ദേവതമാരെ പോലെ ഗുണവാന്മാരായിട്ട് മാറൂ എന്ന് ബാബ പറയാം. അഭി സമജ്തേ ഹോ ഹം അനേക് ബാർ ഇസ് വിശ്വ കെ മാലിക് ബനേ ഹെ. ഇപ്പൊ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ അനേക പ്രാവശ്യം ഈ വിശ്വത്തിന്റെ അധികാരികളായിട്ട് മാറിയിട്ടുണ്ട്. അബ് ഫിർ ബന്നാ ഹെ. ഇപ്പൊ നമുക്ക് വീണ്ടും ആകേണ്ടതുണ്ട്. ഇപ്പൊ ഒരുപാട് തവണ നമ്മൾ ആയിട്ടുണ്ട്. ബാബ പറയണ ഇപ്പൊ നിങ്ങൾക്ക് വീണ്ടും വിശ്വത്തിന്റെ അധികാരികളായിട്ട് മാറണം. ബച്ചോം കോ ബഹുത്ത് ഖുഷി രഹനി ചാഹിയെ. കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം അല്ലെ. ബാബ എത്രാമത്തെ പ്രാവശ്യം പറയുന്നത് ഇത് അല്ലെ. അതായത് ശിവബാബ ഞങ്ങളെ പഠിപ്പിക്കുന്നു, സ്വയം ഭഗവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഈ ഒരു സന്തോഷം കുട്ടികൾക്ക് ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയാം. യഹി ബൈട്ട് ചിന്തൻ കരോ. ഇത് നിങ്ങളിരുന്ന് ചിന്തനം ചെയ്യൂ. അതായത് എന്താ ചിന്തനം ചെയ്യേണ്ടത്? ഭഗവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ബാബ പറയണ ആഹാ ഭാഗ്യം ആഹാ. എത്ര ഭാഗ്യാണ്, സ്വയം ഭഗവാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അത്രയും ഭാഗ്യല്ലേ. അപ്പൊ ഇതിനെപ്പറ്റി, ഈ ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭാഗ്യത്തെ പറ്റി ചിന്തനം ചെയ്യൂ എന്ന് ബാബ പറയാ. ഏസെ ഏസെ വിചാർ കർത്തേ മസ്താന ഹോ ജാനാ ചാഹിയേ. ബാബ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങൾക്ക് വളരെയധികം ലഹരി ഉണ്ടായിരിക്കണം എന്ന് പറയാം. വാ തക്ദീർ വാ ആഹാ ഭാഗ്യം ആഹാ. ബേഹദ് കാ ബാപ്പ് ഹംകോ മിലാ ഹേ ഹം ബാബാ കോ ഹി യാദ് കർത്തേ ഹേ. അതായത് എന്താണ് നമ്മുടെ ഭാഗ്യം? ഭഗവാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പരിധിയില്ലാത്ത അച്ഛനെ നമ്മൾ കുട്ടികൾക്ക് കിട്ടിയിരിക്കുകയാണ്. ആ അച്ഛനെ തന്നെയാണ് നമ്മൾ ഓർമ്മിക്കുന്നതും. പവിത്രത ധാരൺ കർണി ഹേ. പവിത്രത നിങ്ങൾ തീർച്ചയായിട്ടും ധാരണ ചെയ്യണമെന്ന് ബാബ പറയാ. ഹം യഹ് ബൻതേ ഹേ. അതായത് നമ്മൾ ഇതായിട്ട് മാറുകയാണ്. ദൈവിക ഗുൺ ധാരൺ കർത്തേ ഹേ. ദൈവിക ഗുണം ധാരണ ചെയ്യുകയാണ് അല്ലെ. നമ്മൾ ആരായിട്ടാണ് മാറുന്നത്? ലക്ഷ്മി നാരായണനായിട്ട്. അപ്പോൾ ലക്ഷ്മി നാരായണനായിട്ട് മാറണമെങ്കിൽ എന്ത് വേണം? ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. യഹ് ബി മന്മന ഭവഹേന. ഇതും മന്മന ഭവയല്ലേ എന്ന് ബാബ പറയാ. ബാബ ഹംകോ യഹ് ബത് ബനാത്തേ ഹേ. ബാബ നമ്മളെ ഇതാക്കിയിട്ടാണ് മാറ്റുന്നത്. അതായത് ലക്ഷ്മി നാരായണനാക്കി മാറ്റുന്നു അല്ലെ. ദൈവിക ഗുണങ്ങളെ ധാരണ ചെയ്യുന്ന ദേവതയാക്കി മാറ്റുന്നു ബാബ നമ്മളെ. യഹത്തോ പ്രാക്ടിക്കൽ അനുഭവക്കി ബാത്ത് ഹേ. ബാബ പറയുന്നത് ഇത് പ്രായോഗികമായിട്ട് അനുഭവത്തിന്റെ കാര്യം തന്നെയാണെന്ന് ബാബ പറയാ. ബാപ്പ് മീട്ടെ മീട്ടെ ബച്ചോം കോ റായ് ദേത്തെ ഹേ ചാർട്ട് ലിഖോ और ഏകാന്ത് മേം ബൈട്ട് ഏസാ അപ്പന സാത്ത് ബാത്തേം കരോ. അപ്പൊ ബാബ പറയാണ് കുട്ടികളോട്, മധുരമായ കുട്ടികൾക്ക് ബാബ നിർദ്ദേശം നൽകുകയാണ്. അതായത് നിങ്ങൾ ചാർട്ട് വെക്കൂ, അതുപോലെ ഏകാന്തതയിലിരുന്ന് നിങ്ങൾ ഇപ്രകാരം സ്വയത്തോട് സംസാരിക്കൂ.
അല്ലേ? നമ്മൾ സ്വയം സംസാരിക്കണം. അതായത് ബാബ തന്നിട്ടുള്ള ഓരോ ഭാഗ്യങ്ങൾ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും, ജ്ഞാനത്തിൻ്റെ പോയിന്റുകൾ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ബാബ പറയുന്നത് നിങ്ങൾ സ്വയത്തോട് സംസാരിക്കണം. അതോടൊപ്പം എന്ത് വേണം? ചാർട്ട് എഴുതുകയും വേണം. യഹ് ബാഡ്ജ് തോ ഛാത്തി സേ ലഗാ ദോ, ഈ ബാഡ്ജ് നിങ്ങൾ ധരിച്ചിരിക്കണം. ഭഗവാൻ കി ശ്രീമത്ത് പർ ഹം യഹ് ബൻ രഹേ ഹേ, ഭഗവാന്റെ ശ്രീമതമനുസരിച്ച് നമ്മൾ ഇതായി മാറുകയാണ്. അതായത് ലക്ഷ്മി നാരായണൻ, അല്ലെ? നമ്മുടെ ബാഡ്ജ് ഏതാണ്? ലക്ഷ്മി നാരായണന്റെ ബാഡ്ജാണ്. അപ്പോൾ ഭഗവാന്റെ ശ്രീമതമനുസരിച്ച് നമ്മൾ ഇതായി മാറുന്നു, അതായത് ലക്ഷ്മി നാരായണനായിട്ട് മാറുന്നു. ഇൻകോ ദേക്ക് കർ ഉൻകോ പ്യാർ കർത്തേ രഹോ, ബാബ പറയുന്നത് ഇവരെ നോക്കിക്കൊണ്ട് അവരെ സ്നേഹിക്കൂ. അതായത് ഈ ലക്ഷ്മി നാരായണന്റെ ബാഡ്ജ് നിങ്ങൾക്കറിയാം. അത് നോക്കിക്കൊണ്ട് ബാബ പറയാണ്, നിങ്ങൾ ബാബയെ സ്നേഹിക്കൂ. ബാബാക്കി യാദ് സേ ഹം യഹ് ബൻതേ ഹേ, അതായത് ബാബയുടെ ഓർമ്മയിലൂടെയാണ് നമ്മൾ ഇതായിട്ട് മാറുന്നത്, അതായത് ലക്ഷ്മി നാരായണനായിട്ട് മാറുന്നത്. ബാബ ആപ്കി തോ കമാൽ ഹേ, ബാബ ഹംകോ ആകെ തോടെ ഹി പതാദാ കി ആപ് ഹംകോ വിശ്വ കാ മാലിക് ബനായേങ്കെ. അപ്പൊ കുട്ടികൾ ബാബയോട് പറയാണ്, ബാബ ഇത് താങ്കളുടെ അത്ഭുതമാണെന്ന് പറയാം. അതായത് ബാബ ഞങ്ങൾക്ക് ഇത് ഒരിക്കലും അറിയില്ലായിരുന്നു, ബാബ ഞങ്ങളെ വിശ്വത്തിന്റെ അധികാരികളാക്കി മാറ്റും എന്നുള്ള കാര്യം ഞങ്ങൾക്കൊട്ടും അറിയില്ലായിരുന്നു എന്ന് കുട്ടികൾ പറയും ബാബയോട്. നൗദാ ഭക്തി മേ ദർശൻ കേലിയെ ഗലാ കാട്നെ പ്രാൺ ത്യാഗനെ ലഗ് പടുത്തേ ഹേ തബ് ദർശൻ ഹോത്താ ഹേ. ബാബ പറയുന്നത് ഈ തീവ്രമായിട്ടുള്ള ഭക്തിയിലുണ്ടല്ലോ, ദർശനം ലഭിക്കുന്നതിന് അവരെ കഴുത്തു മുറിക്കും, അതുപോലെ പ്രാണൻ തന്നെ ത്യാഗം ചെയ്യാൻ അവർ തയ്യാറാകും. അപ്പോൾ അവർക്ക് ദർശനം ലഭിക്കുന്ന ബാബ പറയാ, ഏസേ ഏസേ കി ഹി ഭക്ത് മാല ബനി ഹുയി ഹെ, അങ്ങനെ തന്നെയാണ് ഭക്തമാലയും ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ബാബ പറയാം. ഭക്തോം കാ മാൻ ബി ഹേ, ഭക്തർക്കും അംഗീകാരമുണ്ട്, അല്ലെ? ഭക്തരെന്ന് പറയുന്നതും അവരും ഓർമ്മിക്കുന്നത് ആരെയാണ്? ശിവബാബയെയാണ്. ഭക്തരും ഓർമ്മിക്കുന്നത് ഭഗവാനെയാണ്, അല്ലെ? അപ്പൊ നല്ല തീവ്രമായിട്ട് ഭക്തി ചെയ്യുന്നവരുമുണ്ട്. അപ്പൊ ബാബ പറയാണ്, ഭക്തർക്കും അംഗീകാരമുണ്ട്. കലിയുഗക്കെ ഭഗത് തോ ജൈസെ ബാദ്ഷാഹെ, കലിയുഗത്തിലെ ഭക്തരാണെങ്കിൽ ബാബ പറയുന്നത് ചക്രവർത്തിമാരെ പോലെയാണ്. അബി തും ബച്ചോം കി ബേഹദ് കെ ബാപ്പ് സെ പ്രീത് ഹെ, ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് പരിധിയില്ലാത്ത അച്ഛനോടാണ് പ്രീതിയുള്ളത്. ഏക് ബാപ്പ് കെ സിവായി ഓർ കോയി യാദ് നാ രഹേ, ബാബ പറയാണ്, ഒരു ബാബയെ കൂടാതെ വേറെ ഒന്നിനെയും നിങ്ങൾ ഓർമ്മിക്കരുത്. ഏക് ദം ലൈൻ ക്ലിയർ ഹോനി ചാഹിയേ, ബാബ പറയുന്നത് പൂർണ്ണമായിട്ടും ലൈൻ ക്ലിയർ ആയിരിക്കണം, അല്ലെ? നമ്മൾ ആത്മാക്കൾക്ക് പരമാത്മാവിനോടാണ് യോഗം വെക്കേണ്ടത്. ആ ലൈൻ പൂർണ്ണമായിട്ടും ക്ലിയർ ആയിരിക്കണം എന്ന് ബാബ പറയാം. അബ് ഹമാരെ 84 ജന്മ പൂരേ ഹുയെ, ഇപ്പൊ നമ്മളുടെ 84 ജന്മം പൂർത്തിയായിരിക്കുന്നു. അബ് ഹം ബാപ്പ് കെ ഫർമാൻ പർ പൂരാ ചലേങ്കെ, ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് ബാബയുടെ ആജ്ഞ അനുസരിച്ചാണ് നടക്കേണ്ടത്. കാം മഹാശത്രു ഹേ ഉൻസെ ഹാർ നഹി കാനി ഹേ, ബാബ പറയാണ്, കാമം മഹാശത്രുവാണ്, നിങ്ങൾ ഒരിക്കലും അതിനു മീതെ തോൽറ്റു പോകരുത് എന്ന് പറയാ ബാബ. ഹാർ കാക്കർ ഫിർ പശ്ചാത്താപ് കർ ക്യാ കരേങ്കെ, ഇനി ബാബ പറയാണ്, അഥവാ നിങ്ങൾ തോറ്റു പോയിട്ട് പിന്നീട് നിങ്ങൾ പശ്ചാത്തപിച്ചിട്ട് എന്താ കാര്യം, എന്തു ചെയ്യാനാകും എന്ന് ബാബ പറയാ. എക് ദം ഹഡ്ഡി ഹഡ്ഡി ടൂട്ട് ജാത്തി ഹെ, ബാബ പറയുന്നത് അതായത് എല്ലുകൾ ഒരുമിച്ച് അങ്ങനെ നുറുങ്ങി പോകുന്നത് പോലെയായിരിക്കുന്നു ബാബ പറയാ. ബഹുത്ത് ഖടി സജാ മിൽ ജാത്തി ഹെ, അതായത് വളരെ കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് ബാബ പറയാ. കട്ട് ഉദർനെ ബദലെ ഓർ ഹി ജോർ സേ ചഡ് ജാത്തി ഹെ, അതായത് കറ കുറഞ്ഞു കുറഞ്ഞു വരുന്നതിന് പകരം ഒന്നുകൂടെ ശക്തമായിട്ട് കറ പുരണ്ടു ഇരിക്കുന്ന ബാബ പറയാ. അതായത് കാമവികാരത്തിലേക്ക് പോകുമ്പോഴത്തെ കാര്യമാണ് ബാബ പറയുന്നത്. യോഗ ലഗേഗ നഹി, യോഗവും കിട്ടില്ല നിങ്ങൾക്ക്. യാദ് മേ രഹന ബഡി മെഹനത്ത് ഹെ, ഓർമ്മയിലിരിക്കുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ പരിശ്രമവുമായിരിക്കുമെന്ന് ബാബ പറയാ. ബഹുത്ത് ഗബ് ബി മർത്തേ ഹേ ഹം തോ ബാപ്പ് കി യാദ് മേ രഹത്തെ ഹേ, അപ്പൊ ചില കുട്ടികളാണെങ്കിലോ വളരെ പൊങ്ങച്ചത്തോടു കൂടി പറയും, ഞങ്ങൾ ബാബയെ നന്നായിട്ട് ഓർമ്മിക്കുന്നുണ്ട്, ഓർമ്മയിലാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയും.
ബാബ ജാൻതേ ഹേ രഹ് നഹി സക്തേ. പക്ഷെ ബാബയ്ക്കറിയാം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും ഓർമ്മയിലിരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ബാബയ്ക്കറിയാം. ഇസ്മേ മായാക്കെ ബഡേ തൂഫാൻ ആത്തേ ഹേ. ഈ ഒരു കാര്യത്തിൽ മായയുടെ വലിയ ശക്തമായ കൊടുങ്കാറ്റ് തന്നെ ഉണ്ടാകുമെന്ന് പറയാ. സ്വപ്ന ആദി ഏസെ ആയെങ്കിൽ സ്വപ്നവും അതുപോലെ എന്താണ് വളരെ അപവിത്രമായ രീതിയിലുള്ള സ്വപ്നങ്ങളും വരും. എക്ദം തങ്ക് കർദേങ്കെ, അതായത് വളരെ ശക്തമായിട്ട് തന്നെ ബുദ്ധിമുട്ടിക്കുന്നു പറയാ ബാബ. ജ്ഞാൻ തോ ബഡാ സഹജ് ഹെ, ജ്ഞാനം വളരെ സഹജമാണ്. ചോട്ടാ ബച്ചാ ബി സമജാലേങ്കെ, ചെറിയ കുട്ടികൾക്ക് പോലും ഈ ജ്ഞാനം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. ബാക്കി യാദ് കി യാത്രാമേം ഹി ബഡാ രോലാ ഹെ. ബാക്കി നമ്മൾ നോക്കുമ്പോൾ ഓർമ്മയുടെ യാത്രയിൽ തന്നെയാണ് വളരെയധികം പരിശ്രമമുള്ളത്, അല്ലെ? വളരെയധികം ബുദ്ധിമുട്ടുള്ളതും അതുതന്നെയാണ്. കുഷ് നെഹി ഹോന ചാഹിയെ ഹം ബഹുത്ത് സർവീസ് കർത്തേ ഹേ. ബാബ പറയുന്നത് ഞങ്ങൾ ധാരാളം സർവീസ് ചെയ്യുന്നുണ്ട് എന്നാലോചിച്ച് നിങ്ങൾക്ക് വളരെയധികം സന്തോഷമൊന്നും വേണ്ട എന്ന് ബാബ പറയാ. ബാബ പറയുന്നത് ഗുപ്ത് സർവീസ് അപ്നി യാദ് കി കർത്തേ രഹോ. ബാബ പറയുന്നത് ഗുപ്തമായ സേവനം, അതായത് ഓരോരുത്തരും അവരവരുടെ ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുക, അതാണ് ഗുപ്തമായ സേവനം. അത് നിങ്ങൾ ചെയ്തുകൊണ്ടേ പോകൂ. അല്ലാതെ ഞങ്ങൾ ഒരുപാട് സേവനം ചെയ്യുന്നുണ്ട് എന്നോർത്ത് വളരെയധികം സന്തോഷത്തിലൊന്നും ഇരിക്കേണ്ടെന്ന് ബാബ പറയാ. എത്ര സേവനം നമ്മൾ ചെയ്താലും ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുക എന്ന ഗുപ്തമായ സേവനം തീർച്ചയായിട്ടും ചെയ്യണമെന്ന് ബാബ പറയാം. ഇൻകോ തോ നശാ രഹതാ ഹേ ഹം ശിവ ബാബ കാ ബച്ച അക്കേലാ ഹോം. അതായത് ബ്രഹ്മബാബയ്ക്കും വളരെയധികം ലഹരി ഉണ്ടായിരുന്നു. അതായത് ഞാൻ ശിവബാബയുടെ കുട്ടി തനിച്ചാണ്. ബാബ വിശ്വക്കാ രചയിതാ ഹേ തോ സരൂർ ഹം ബി സ്വർഗ കാ മാലിക് ബനേങ്കെ. അതായത് ബ്രഹ്മബാബയ്ക്ക് ഇങ്ങനെ ഒരു ലഹരിയായിരുന്നു. അതായത് ശിവബാബ വിശ്വത്തിന്റെ രചയിതാവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റും. ഈ ഒരു ലഹരി ബ്രഹ്മബാബയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറയാ. പ്രിൻസ് ബന്നെ വാലാഹോം, ഞാൻ രാജകുമാരനായിട്ട് മാറുകയാണ്. യഹ് ആന്തരിക ഖുഷി രഹനി ചാഹിയെ. ഈ ഒരു ആന്തരികമായിട്ടുള്ള സന്തോഷം ഉണ്ടല്ലോ അതുണ്ടായിരിക്കണം എന്ന് ബാബ പറയാ. പരന്തു ജിത്തനാ തും ബച്ചെ യാദ് മേ രഹ് സക്തേ ഹോ ഉത്തനാ ഹം നഹി. ബ്രഹ്മബാബ പറയാണ്, പക്ഷേ എത്രമാത്രം നിങ്ങൾ കുട്ടികൾ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നുണ്ടോ അത്രയും എനിക്ക് കഴിയുന്നില്ല എന്ന് ബാബ പറയാ. അത്രയും ഞാൻ ഇരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ബാബയ്ക്കാണെങ്കിലോ ഒരുപാട് ചിന്തകൾ ഉണ്ടായിരിക്കും, അല്ലേ? ബാബയ്ക്ക് അത്രയും ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. അപ്പൊ ബാബയ്ക്ക് അങ്ങനെ ഒരുപാട് ചിന്തകളൊക്കെ ഉണ്ടായിരിക്കുന്നു പറയാ ബാബ. ബച്ചോം കോ കബി ഈർഷ്യ ബി നഹി ഹോനി ചാഹിയെ കി ബാബ ബഡേ ആത്മിയോം കി കാത്തിരി ക്യൂം കർത്തേ ഹേ. ബാബ പറയാണ്, കുട്ടികൾക്കൊരിക്കലും അസൂയൊന്നും ഉണ്ടാകരുതെന്ന് പറയാ. അതായത് ബാബ വളരെ ഉയർന്ന ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ, വളരെ ഉയർന്ന പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ബാബ നല്ല രീതിയിലൊക്കെ സൽക്കാരം ചെയ്യും. അപ്പോൾ എന്തിനാണ് ബാബ അവർക്ക് ഇത്രയും നല്ല രീതിയിൽ സൽക്കാരം ചെയ്യുന്നത്? അങ്ങനെയൊക്കെ ഓർത്തിട്ട് കുട്ടികൾക്ക് അങ്ങനെ അസൂയ പാടില്ല എന്ന് പറയാ. ബാപ്പ് ഹർ ഏക് ബച്ചേ കി നബ്ജ് ദേഖ് ഉൻകെ കല്യാണാർത്ഥ് ഹർ ഏക് കോ ഉസ് അനുസാർ ചലാത്തേ ഹേ. അപ്പൊ അതായത് ബാബ പറയാണ് ഇവിടെ, ബാബ ഓരോ കുട്ടികളുടെയും നാടി നോക്കിയിട്ട് അവരുടെ മംഗളാർത്ഥമാണ് ഓരോ കുട്ടികളെയും അതിനനുസരിച്ച് നടത്തിക്കുന്നത്, അല്ലെ? അപ്പൊ ബാബയ്ക്കറിയാം ഓരോ കുട്ടികളുടെയും നാടി നോക്കും. അപ്പോൾ ഉയർന്ന പൊസിഷനിലൊക്കെ ഇരിക്കുന്നവർക്ക് അത്രയും സൽക്കാരം കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോഴാണ് അവരുടെ മംഗളം ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ കുട്ടികൾക്കും നാടി നോക്കുമ്പോൾ ബാബയ്ക്കറിയാം ഇന്ന കുട്ടിക്ക് ഇന്ന പ്രകാരം ചെയ്യണം എന്നുള്ളത്, അവരുടെ മംഗളത്തിനായിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ. അപ്പൊ അതനുസരിച്ച് ബാബ ചെയ്യും. ടീച്ചർ ജാൻതാ ഹേ ഹർ ഏക് സ്റ്റുഡൻസ് കോ കൈസാ ചലാനേ ഹേ. ടീച്ചർക്ക് അറിയാമല്ലോ ഓരോ കുട്ടികളെയും എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് ടീച്ചർക്കറിയാം. ബച്ചോം കോ ഇസ്മേം സംശയ് നഹി ലാനാ ചാഹിയെ. കുട്ടികൾക്ക് ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും സംശയം വേണ്ട എന്ന് ബാബ പറയാം. അച്ഛാ മീറ്റേ മീറ്റേ സിക്കീലതേ ബച്ചോം പ്രതി മാത് പിതാ ബാപ് ദാദാ കാ യാദ് പ്യാർ और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी मात पिता बाप दादा को याद प्यार
ഗുഡ് മോർണിംഗ് ഓർ നമസ്തേ. നിധാരണയ്ക്കുള്ള പോയിന്റ് പറയാണ് ബാബ. ഫസ്റ്റ് പോയിന്റ്, ഏകാന്ത് മേം ബൈട്ട് അപ്പനെ ആപ് സേ ബാതേം കർണി ഹേ. ബാബ പറയാണ് ഏകാന്തതയിലിരുന്ന് നിങ്ങൾ സ്വയത്തോട് സംസാരിക്കണം. ആത്മാ പർ ജോ ജംഗ് ചടി ഹേ ഉസേ ഉതാർനെ കെ ലിയേ യാദ് കി യാത്ര പർ രഹനാ ഹേ. അതായത് ആത്മാവില് ഏതൊക്കെ രീതിയിലുള്ള കറയാണോ പുരണ്ടിരിക്കുന്നത് അതിനെയെല്ലാം ഇളക്കി കളയുന്നതിനായി ബാബ പറയുന്നത് ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കണം. സെക്കൻഡ് പോയിന്റ്, കിസി ബി ബാത്ത് മേം സംശയ നഹി ഉഡാനാ ഹേ ഈർഷ്യ നഹി കർണി ഹേ. ബാബ പറയുന്നത് ഒരു കാര്യത്തിലും നിങ്ങൾക്ക് സംശയം വരരുത്, അതുപോലെ അസൂയയും ഉണ്ടാകരുത്. ആന്തരിക കുശിമേ രഹനാ ഹേ, ആന്തരികമായ സന്തോഷത്തിൽ നിങ്ങൾക്കിരിക്കണം. അപ്നി ഗുപ്ത് സർവീസ് കർണി ഹേ, തൻ്റെ ഗുപ്തമായ സേവനം ചെയ്യണം. ഏതാണ് ഗുപ്തമായ സേവനം? ബാബയെ ഓർമ്മിക്കുക. ആ ഒരു ഗുപ്തമായിട്ടുള്ള സേവനം ചെയ്യണമെന്ന് ബാബ പറയാം. ഇനി ബാബ വരദാനം തരാണ്. ബെഗർ ടു പ്രിൻസ് കാ പാർട്ട് പ്രാക്ടിക്കൽ മേം ബജാനെ വാലെ ത്യാഗി വ ശ്രേഷ്ഠ ഭാഗ്യശാലി ആത്മാ ഭവ. അതായത് യാചകനിൽ നിന്നും രാജകുമാരൻ ആ ഒരു പാർട്ട് പ്രായോഗികമായി നടത്തുന്ന ത്യാഗി അഥവാ ശ്രേഷ്ഠ ഭാഗ്യശാലി ആത്മാവായി ഭവിക്കട്ടെ. ഇവിടെ ബാബ അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് നോക്കാം. ജയ്സെ ഭവിഷ്യമേം വിശ്വമഹാരാജൻ ദാതാ ഹോങ്കെ. അതായത് ബാബ പറയണ എങ്ങനെയാണോ ഭാവിയില് വിശ്വമഹാരാജൻ ദാതാവായിരിക്കും, അല്ലെ, കൊടുക്കുന്ന ആളായിരിക്കും. ഏസെ അബീസെ ദാതാപൻ കെ സംസ്കാർ ഇമർജ് കരോ. ബാബ പറയുന്നത് അതുപോലെ നിങ്ങൾ ഇപ്പോൾ മുതലേ ആ ദാതാപൻ, അല്ലെ, ദാതാവിന്റെ ആ സംസ്കാരം നിങ്ങൾ ഇമർജ് ചെയ്യൂ, പ്രത്യക്ഷത്തിൽ കൊണ്ടുവരൂ എന്ന് പറയാം ബാബ. കിസിസെ കോയി സാൽവേഷൻ ലേക്കർ കെ ഫിർ സാൽവേഷൻ ദേ ऐसा സങ്കൽപ്പ് മേ ബി നാ ഹോ. ബാബ പറയുന്നത് ആരുടെ കയ്യിൽ നിന്നെങ്കിലും ആശ്രയം എടുക്കുക, പിന്നീട് അവർക്ക് നൽകുക. ബാബ പറയുന്നത് ഇങ്ങനെയൊരു സങ്കല്പം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, അല്ലെ, ആരിൽ നിന്നെങ്കിലും എടുത്തതിന് ശേഷം പിന്നെ അവർക്ക് ആശ്രയം നൽകുക, അങ്ങനെയൊരു സങ്കല്പമേ വരാൻ പാടില്ല എന്ന് പറയാ. ഇസേ ഹി കഹാ ജാതാ ഹേ ബെഗർ ടു പ്രിൻസ്. ഇതിനെ തന്നെയാണ് പറയുന്നത് യാചകനിൽ നിന്നും രാജകുമാരൻ. സ്വയം ലേനേക്ക്, ബാബ പറയാണ് സ്വയം ലേനേക്ക് ഇച്ഛാ വാലേ നഹി. ബാബ പറയാണ് സ്വയം എടുക്കുന്നതിൽ ആഗ്രഹിക്കുന്നവരാകരുത്. ഇസ് അല്പകാൽ കി ഇച്ഛാസെ ബഗർ. ബാബ പറയുന്നത് ഈ അല്പകാലത്തെ ആഗ്രഹത്തിൽ നിന്നും നിങ്ങൾ യാചകനായിരിക്കണം. ഏസാ ബഗർ. അപ്പൊ ബാബ പറയാണ് ആരാണോ ഇങ്ങനെയുള്ള യാചകനിൽ നിന്നും രാജകുമാരനായിട്ടുള്ള പാർട്ട് പ്രായോഗികത്തിൽ നടത്തുന്നത് അവരെ തന്നെയാണ് പറയുന്നത് സദാ ത്യാഗി അഥവാ ശ്രേഷ്ഠ ഭാഗ്യശാലി. ത്യാഗ് സേ സദാ കാൽ കാ ഭാഗ്യ സ്വതഹി ബൻ ജാതാ ഹെ. ബാബ പറയുന്നത് ത്യാഗത്തിലൂടെ സദാകാലത്തേക്കുള്ള ഭാഗ്യം സ്വതവേ തന്നെ ഉണ്ടാകുന്നു എന്ന് ബാബ പറയാ. അപ്പൊ ത്യാഗത്തിലൂടെയാണ് ഭാഗ്യം ഉണ്ടാകുന്നത്. ഇനി ബാബ സ്ലോഗൻ പറയാണ് സദാ ഹർഷിത് രഹനെ കെ ലിയേ സാക്ഷി പൻ കി സീറ്റ് പർ ദൃഷ്ട ബൻകർ ഹർ കേൽ ദേക്കോ. ബാബ പറയാണ് സദാ ഹർഷിതമായിട്ടിരിക്കുന്നതിനു വേണ്ടി സാക്ഷിയുടെ സീറ്റിലിരുന്നു കൊണ്ട് ദ്രഷ്ടാവായിട്ട് മാറി ഓരോ കളിയും കാണൂ. സാക്ഷിയുടെ സീറ്റിലിരുന്നു കൊണ്ട് ദ്രഷ്ടാവായി മാറി ഓരോ കളിയും കാണാനാണ് പറയുന്നത്. അപ്പൊ എന്താണ്? സദാ ഹർഷിതമായിട്ടിരിക്കാൻ കഴിയുന്ന ബാബ പറയാം. ഈ ബാബ അവ്യക്ത സൂചന തരാണ്. अशरीरी स्थिति का अनुभव करने के लिए सूक्ष्म संकल्प रूप में भी कहाम लगाव ना हो. संबंध के रूप में, संपर्क के रूप में अथवा अपनी कोई विशेषता की तरफ भी लगाव ना हो. ബാബ പറയുന്നത് അശരീരി സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നതിനു വേണ്ടി ബാബ പറയുന്നത് സൂക്ഷ്മ സങ്കല്പ രൂപത്തിൽ
ഒരിക്കലും ഒരു എന്താണ് ലഗാവ് നാഹോ, ഒരിക്കലും ഒരു ആകർഷണം ഉണ്ടായിരിക്കരുത് എന്ന് ബാബ പറയാ. അതായത് ഈ സംബന്ധത്തിന്റെ രൂപത്തില്, സമ്പർക്കത്തിന്റെ രൂപത്തില്, അത് അല്ലെങ്കിൽ സ്വയം നമ്മുടെ തന്നെ വിശേഷതയുണ്ടാകുമല്ലോ, അതിന് നേരെയും നിങ്ങൾക്ക് അങ്ങനെ ഒരു എന്താണ് ലഹരി ഉണ്ടായിരിക്കരുത്, ആകർഷണം ഉണ്ടായിരിക്കരുത്. അഗർ അപ്പിനി കോയി വിശേഷതാമേ ലഗാവ് ഹേ തോ വഹ് ബി ലഗാവ് ബന്ധൻ യുക്ത് കർ ദേങ്ക ഓർ വഹ് ലഗാവ് അശരീരി ബന്നെ നഹി ദേഗ. അപ്പൊ ബാബ പറയണ, ഇനി അഥവാ നിങ്ങൾക്ക് ആ സൂക്ഷ്മമായിട്ടുള്ള അങ്ങനെയൊരു എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ ബാബ പറയുന്നത് നിങ്ങൾക്ക് അത് യുക്തമായിട്ടിരിക്കുന്ന ബാബ പറയാ. കാരണം അതിന്റെ ആകർഷണം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെ, അതാണ് ബാബ പറയുന്നത്. അപ്പൊ ബാബ പറയണത് അങ്ങനെ ഏതെങ്കിലും ഒരു ആകർഷണം, അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ബാബ പറയുന്നത്? സംബന്ധത്തില്, അല്ലെങ്കിൽ സമ്പർക്കത്തില്, അല്ലെങ്കിൽ സ്വയം ഉള്ള ഏതെങ്കിലും ഒരു വിശേഷതയില് നിങ്ങൾക്ക് ആകർഷണം ഉണ്ടാകരുത്. അഥവാ അങ്ങനെ നിങ്ങൾക്ക് സ്വയത്തിലുള്ള വിശേഷതയിൽ ആകർഷണമുണ്ടെങ്കിൽ ബാബ പറയുന്നത് ആ ആകർഷണം ബന്ധനയുക്തമായിട്ട് മാറുന്നു പറയാ. അത് ഒരിക്കലും നമ്മൾക്ക് അശരീരിയാകുവാൻ നമ്മളെ അനുവദിക്കില്ല. കാരണം ഈ ഒരു ആകർഷണം ഉണ്ടായിരിക്കുമല്ലോ എപ്പോഴും. അപ്പൊ അശരീരി സ്ഥിതിയിലിരിക്കാനുള്ള ആ ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അതാ ബാബ പറയുന്നത്, അശരീരിയാകാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ബാബ പറയാ. അപ്പോൾ യാതൊരു തരത്തിലുള്ള ആകർഷണങ്ങളും നമുക്ക് ഉണ്ടാകരുത് എന്ന് ബാബ പറയാ. സൂക്ഷ്മ രൂപത്തിൽ പോലും നമുക്ക് യാതൊരു തരത്തിലുള്ള ആകർഷണവും ഉണ്ടായിരിക്കരുത്. ഓം ശാന്തി. ഒരു മിനിറ്റ് ബാബനെ ഓർമ്മിക്കാം. ഓം ശാന്തി.